മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഒന്നൊന്നര സീരിയൽ കില്ലറിന്റെ കഥ വരുന്നുണ്ട് എന്ന്. ആ കഥ ഈ വീഡിയോ ആണ്. എന്നെ സംബന്ധിച്ച് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു കഥയാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. എനിക്ക് ഈ കഥ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഡാർക്ക് ഹിസ്റ്ററീസ് എന്ന പരമ്പരയിൽ ഇത് ചേർക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടം റോക്കി പർവ്വതനിരകളിൽ ഒരു ട്രാപ്പർ ജീവിച്ചിരുന്നു. എന്ന് വെച്ചാൽ കെണി വെച്ച് മൃഗങ്ങളെ പിടിച്ച് അതിന്റെ തോലുകളും മാംസവും വിറ്റ് ജീവിക്കുന്ന ഒരാൾ. എന്നാൽ ഇയാൾക്ക് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു, ദി ക്രോ കില്ലർ. യഥാർത്ഥ പേര് പോൾ ബെന്യാൻ ജോൺ ജെറമിയ ജോൺസൺ. അദ്ദേഹം ഒരു മൗണ്ടൻ മാൻ കൂടിയായിരുന്നു. മൗണ്ടൻ മാൻ എന്ന് പറയുന്നത് പർവ്വതങ്ങളിലും അതിനോട് ചേർന്നുള്ള വനാന്തരങ്ങളിലും പുറം ലോകവുമായിട്ട് അധികം ബന്ധപ്പെടാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സാഹസികരായിട്ടുള്ള മനുഷ്യരെയാണ്. ഇത്തരം മൗണ്ടൻ മാൻമാർക്ക് കെണി വെച്ച് വേട്ടയാടുവാനും വേട്ടയാടിയ മൃഗങ്ങളുടെ തൊലി വളരെ വൃത്തിയായിട്ടുരിഞ്ഞ് സംസ്കരിച്ച് ഉണക്കിയെടുക്കുവാനും അസാമാന്യ വൈഭവത്തോടെ കുതിരയെ ഓടിക്കുവാനും വള്ളം തുഴയുവാനും അതിശയിപ്പിക്കുന്ന കഴിവുണ്ടായിരുന്നു. മാത്രവുമല്ല, ഇവരെല്ലാവരും ഷാർപ്പ് ഷൂട്ടർമാരുമായിരിക്കും. മാനസികമായിട്ടും ശാരീരികമായിട്ടും കരുത്തരായ ഇവർക്ക് ഏത് കാലാവസ്ഥയിലും അതിജീവിക്കുവാനുള്ള കഴിവുമുണ്ട്. പര്യവേഷണം നടത്തുവാനും ഇക്കൂട്ടർ മിടുമിടുക്കരാണ്. 1800-കളിൽ മൗണ്ടൻ മാൻസിനെ പരുക്കന്മാരും വഴക്കാളികളും കരുണയില്ലാത്ത കൊലയാളികളുമായിട്ടാണ് മറ്റുള്ളവർ കണ്ടത്. ഇവർ പ്ലംബിങ്ങും വൈദ്യുതിയും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ചു. മറ്റുള്ളവരെ പോലെ കാർഷിക ചന്തയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു വരുവാനൊന്നും ഇവർ മെനക്കെടാറില്ല. അവരത് സ്വയം കൃഷി ചെയ്തുണ്ടാക്കും. എന്നിട്ട് സ്വന്തമായിട്ട് നിർമ്മിച്ച തടി ക്യാബിനുകളിൽ ജീവിക്കും. ഇവരുടെ ജീവിത രീതി ഇങ്ങനെയാണ്. മീൻപിടുത്തവും കാട്ടുമൃഗങ്ങളെ വേട്ടയാടലുമാണ് പ്രധാന തൊഴിൽ. ഇതിനിടയിൽ കിട്ടുന്ന അല്പസമയത്ത് മലഞ്ചെരുവുകളിൽ പച്ചക്കറി തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. സ്വന്തം ധൈര്യത്തിന്റെയും ബുദ്ധിയുടെയും പിൻബലത്തിലാണ് അവർ ഓരോ ദിവസവും അതിജീവിക്കുന്നത്. നമ്മുടെ കഥാനായകനായ ക്രോ കില്ലറും ഇതുപോലെ ഒരു മൗണ്ടൻ ആണെന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹത്തെ ക്രോ കില്ലർ എന്ന് വിളിക്കുന്നത് കാക്കകളെ വേട്ടയാടുന്നത് കൊണ്ടല്ല. ക്രോ എന്നാൽ ഒരു അമേരിക്കൻ നേറ്റീവ് ഗോത്രമാണ്. അവരെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നത് കൊണ്ടാണ് നമ്മുടെ നായകന് ക്രോ കില്ലർ എന്ന പേര് കിട്ടിയത്. ക്രോ കില്ലറെ കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളിൽ കൂടുതലും മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ കഥകളാണ്. കാരണം ജെറമിയ ജോൺസൺ ഒരിക്കലും തന്റെ ജീവിതത്തെക്കുറിച്ച് സ്വന്തമായിട്ടൊന്നും എഴുതിയിട്ടില്ല. അയാളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതും അതും പേടിയോടെ പറഞ്ഞതുമായിട്ടുള്ള കഥകളിൽ നിന്നുമാണ് അയാളുടെ ജീവചരിത്രം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജെറമിയ ജോൺസന്റെ പഴയ ഒരു ഫോട്ടോ ഇന്റർനെറ്റിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതും ആ ചിത്രമാണ്. പോൾ ബെന്യാൻ ജോൺ ജെറമിയ ജോൺസൺ ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് ഇതോടെ മനസ്സിലായല്ലോ. ഞാനിങ്ങനെ എടുത്തു പറയുവാനുള്ള കാരണം അത്രയ്ക്ക് അവിശ്വസനീയമാണ് അദ്ദേഹത്തിന്റെ കഥ എന്നതുകൊണ്ടാണ്. അമേരിക്കയുടെ കിഴക്കൻ തീരത്തെ പർവ്വതങ്ങളിൽ നിന്നും വളരെയേറെ ദൂരെയായിരുന്നു അയാളുടെ ക്യാബിൻ. ന്യൂ ജേഴ്സിയിലെ പാറ്റൻബർഗിലാണ് അദ്ദേഹം ജനിച്ചത്. ജോൺ ജെറമിയ ഗാരിസൺ എന്നാണ് യഥാർത്ഥ പേര്. ജോൺസൺ എന്ന പേര് പിന്നീട് സാഹചര്യം മൂലം കൂട്ടിച്ചേർത്തതാണ്. അതിന്റെ പിന്നിലെ കാരണം ഇതാണ്. മെക്സിക്കൻ അമേരിക്കൻ യുദ്ധസമയത്ത് ജോൺ ഒരു സൈനികനായിരുന്നു. ഒരു ദിവസം കമാൻഡർമാരിൽ ഒരാളുമായിട്ട് ഇയാൾ വഴക്കുണ്ടാക്കി. ഉന്തിലും തള്ളിലും തുടങ്ങിയ വഴക്ക് അവസാനം അടിപിടിയിൽ അവസാനിച്ചു. കമാൻഡറെ ജോൺ ഇടിച്ച് പഞ്ഞിക്കിട്ടു. എന്നിട്ട് പട്ടാളത്തിൽ നിന്നും ഒളിച്ചോടി. പട്ടാളക്കാർ കണ്ടുപിടിക്കാതിരിക്കുവാനാണ് പേരിന്റെ കൂടെ ജോൺസൺ എന്ന് ചേർത്തത്. പിൽക്കാലത്ത് അയാൾ പ്രശസ്തനായതും ഇതേ പേരിലാണ്. അക്കാലത്ത് പട്ടാളത്തിൽ നിന്നും ഒളിച്ചോടിയ ഒരാളെ പിടികൂടുക എന്നുള്ളത് ഇന്നുള്ളതുപോലെ അത്ര എളുപ്പമല്ല. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും പേര് മാറ്റി യാത്ര ചെയ്തതുകൊണ്ട് സൈന്യത്തിന് ജോണിനെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ജോൺ ജോൺസൺ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മൊണ്ടാനയിലെ പരിക്കിൻ അതിർത്തി ഗ്രാമങ്ങളിലാണ് അയാൾ വന്നു ചാടിയത്. ഈ സ്ഥലത്ത് ഒരു പുതിയ ജീവിതം തുടങ്ങുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. സ്വർണം തിരഞ്ഞു നടക്കുക, മൃഗങ്ങളെ കെണി വെച്ച് പിടിക്കുക, അവിടെയുള്ള തടി വ്യാപാരികളുടെ കീഴിൽ മരം മുറിക്കുക, അങ്ങനെ തുടങ്ങിയ ജോലികളാണ് തുടക്കത്തിൽ ചെയ്തു വന്നത്. മൊണ്ടാനയിൽ വെച്ചാണ് ജോൺ ജോൺസൺ സ്വാൻ എന്ന സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെ കണ്ടുമുട്ടിയത്. സ്വാൻ ആകട്ടെ അമേരിക്കയിലെ ഫ്ലാറ്റ് ഹെഡ്സ് എന്നറിയപ്പെടുന്ന ഒരു ഗോത്രത്തിൽ ഉള്ളവളാണ്. ഇരുവരും വിവാഹിതരായി. ജീവിതത്തിൽ സന്തോഷം എന്താണെന്നും പ്രണയം എന്താണെന്നും ജോൺസൺ ആദ്യം മനസ്സിലാക്കിയത് സ്വാനിൽ നിന്നുമാണ്. അയാൾക്ക് ജീവനായിരുന്നു അവൾ. താമസിയാതെ സ്വാൻ ഗർഭിണിയായി. അവർ അവരുടെ കുട്ടിയുടെ ജനനത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ വലിയൊരു ദുരന്തം അവരെ നോക്കി വരുന്നുണ്ടായിരുന്നു. 1847 നിർഭാഗ്യകരമായിട്ടുള്ളൊരു ദിവസം ജോൺസൺ വീട്ടിൽ നിന്നും ഒരു ആവശ്യത്തിനു വേണ്ടി പുറത്തേക്ക് പോയി. പിന്നീട് അയാൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയം തകർക്കുന്നതായിരുന്നു. തന്റെ വീട് ആരോ കൊള്ളയടിച്ചിരിക്കുന്നു. ഗർഭിണിയായ സ്വാന് അക്രമികളുടെ കൈകൊണ്ട് ദാരുണമായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്നു. അവളെ കൊലപ്പെടുത്തുക മാത്രമല്ല, അവളുടെ ശരീരം അവർ വികൃതവുമാക്കി. സ്വാനിന്റെ തലയിലെ ശിരോചർമ്മം അക്രമികൾ മുറിച്ചു മാറ്റിക്കൊണ്ടു പോയിരുന്നു. ഈ കാഴ്ച ജോൺ ജോൺസണിൽ ഒരിക്കലും അണയാത്ത ഒരു പ്രതികാരത്തിന്റെ അഗ്നി ആളിക്കത്തിച്ചു. അതിനവർക്ക് കൊടുക്കേണ്ടി വന്ന വില വളരെ 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 വലുതായിരുന്നു. ഡാർക്ക് ഹിസ്റ്ററീസ് പരമ്പരയിലെ 27-ാമത്തെ വീഡിയോയിൽ അയാളുടെ കഥയാണ് പറയുന്നത്. ശത്രുക്കളെ കൊന്ന് അവരുടെ കരൾ വലിച്ചു പറിച്ച് ജീവനോടെ പിടയുന്ന എതിരാളികളുടെ കണ്ണിൽ നോക്കി അവരുടെ കരൾ പച്ചയ്ക്ക് ചവച്ചു തിന്ന് തന്റെ ഭാര്യയെ കൊന്നവരോടുള്ള പ്രതികാരം നടപ്പിലാക്കിയ
ലിവർ ഈറ്റിംഗ് ജോൺസൺ എന്നറിയപ്പെടുന്ന പോൾ ബെന്യാൻ ജോൺ ജെറമിയ ഗാരിസന്റെ കഥ. വെൽക്കം ബാക്ക്. ജോൺ ഗാരിസൺ ജോൺസൺ എന്ന പേര് സ്വീകരിച്ച് പട്ടാളത്തിൽ നിന്നും ഒളിച്ചോടി വന്നത് മുതൽ ഈ കഥ നമുക്ക് ആരംഭിക്കാം. സെന്റ് ലൂയിസ് തുറമുഖത്ത് നങ്കൂരമിട്ട ഒരു ആവിക്കപ്പലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്കന്ന് പ്രായം ഏകദേശം 20 വയസ്സാണ്. പിന്നീട് അയാൾ പർവ്വതങ്ങൾ നിറഞ്ഞ മിസോറിയിലേക്കാണ് പോയത്. അക്കാലത്ത് സെന്റ് ലൂയിസ് വളരെ തിരക്കേറിയ ഒരു തുറമുഖ പട്ടണമായിരുന്നു. ധാരാളം തൊഴിലവസരങ്ങളും അതോടൊപ്പം വലിയ കുഴപ്പങ്ങളും നിറഞ്ഞ ഒരു സ്ഥലം. കപ്പലിൽ വന്നിറങ്ങുന്ന മുൻപരിചയമില്ലാത്ത ആളുകളെ കള്ളന്മാരും തട്ടിപ്പുകാരും അതുപോലെ കുറ്റവാളികളും ഒന്നുപോലെ നോട്ടമിട്ടിരുന്നു. ജോൺ ജോൺസൺ സെന്റ് ലൂയിസിലെ കലാപ കലുഷിതമായിട്ടുള്ള മണ്ണിലേക്ക് കാലെടുത്ത് വെച്ച ഉടൻ തന്നെ അവിടെയുള്ള കള്ളന്മാർ ഒരുവൻ അയാളെ നോട്ടമിട്ടു. ജോൺ സ്വന്തം കാര്യവും നോക്കി തോളിൽ മൃഗത്തൊലി കൊണ്ടുള്ള ഒരു ബാഗും തൂക്കിയിട്ട് പോവുകയായിരുന്നു. ഇത് ശ്രദ്ധിച്ച ഒരു കള്ളൻ ഈ ബാഗ് പിടിച്ചു പറിക്കുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ആ കള്ളന് എന്തിനും പോകുന്ന ഒരു പോരാളിയുമായിട്ടാണ് താൻ ഏറ്റുമുട്ടുവാനായിട്ട് പോകുന്നത് എന്ന് അറിയില്ലായിരുന്നു. സ്വന്തം മേലുദ്യോഗസ്ഥനെ വരെ ഇടിച്ചു പഞ്ഞിക്കിടുവാനായിട്ട് രണ്ടാമതൊന്ന് ചിന്തിക്കാത്ത ജോൺസൺ ഒരു വെല്ലുവിളിയെയും ഭയപ്പെടാത്തവനായിരുന്നു. തന്റെ തോളി തൂക്കിയിട്ട ബാഗിൽ ആരോ പിടുത്തമിട്ടുവെന്ന് മനസ്സിലാക്കി അടുത്ത നിമിഷം അയാൾ വട്ടം കറങ്ങി വന്ന് കൈ ചുരുട്ടി ആഞ്ഞൊരു ഇടി കൊടുത്തു. ഒറ്റയിടിക്ക് കള്ളം നിലത്തേക്ക് തെറിച്ചു വീണു. ചോരയും ഒലിപ്പിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റ് ജോൺസനെ തിരിച്ചടിക്കുവാനായിട്ട് തയ്യാറെടുത്തു. അയാൾ തന്റെ ബാഗ് എടുത്ത് കാൽക്കീഴി വെച്ചുകൊണ്ട് 2 കൈകൾ സ്വതന്ത്രമാക്കി. എന്നിട്ട് പോരാട്ടത്തിന് തയ്യാറായി. അയാൾ കള്ളന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? സുഹൃത്തെ, ഒരു വട്ടം ചന്തിയും തല്ലി വീണത് നിനക്ക് മതിയായില്ല എന്നാണോ? അതോ ഇനിയും കുറച്ചുകൂടി വേണോ? എതിരാളിയുടെ കണ്ണുകളിലെ നിർഭയത്വം കള്ളനെ ആശങ്കാകുലനാക്കി. തനിക്ക് മുട്ടുവാനായിട്ട് പറ്റിയ ആളല്ല മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ കള്ളൻ ഉടനടി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് തലയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബാഗും തോളത്തിട്ട് നേരെ നഗരത്തിലേക്കാണ് അയാൾ പോയത്. നഗരത്തിൽ വെച്ചയാൾ ജോ റോബ്ഡോക്സ് എന്ന വയസ്സനായിട്ടുള്ള ഒരു വ്യാപാരിയെ പരിചയപ്പെട്ടു. പ്രാദേശികമായിട്ട് നല്ല അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ജോ റോബ്ഡോക്സ്. അയാൾ അവിടെ ഒരു ജനറൽ സ്റ്റോർ നടത്തി വരികയായിരുന്നു. എല്ലാവർക്കും വേണ്ട അടിസ്ഥാന വസ്തുക്കളെ കൂടാതെ നഗരത്തിൽ നടക്കുന്ന സകല ഗോസിപ്പുകളെക്കുറിച്ചും അപവാദങ്ങളെക്കുറിച്ചും ജോയ്ക്ക് നല്ല അറിവുണ്ടായിരുന്നു. വേട്ടയ്ക്ക് പറ്റിയ ഏറ്റവും മികച്ച റൈഫിളുകളെക്കുറിച്ചും കെണികളെക്കുറിച്ചും അവർ സംസാരിച്ചു. പുതിയൊരു നാട്ടിൽ ജീവിതം കണ്ടെത്തുവാനായിട്ട് വന്ന എന്തിനും പോകുന്നൊരു സാഹസികനാണ് ഈ യുവാവെന്ന് ജോയ്ക്ക് മനസ്സിലായി. അയാൾക്ക് ആ യുവാവിനോട് ഒരു ഇഷ്ടം തോന്നി. അതുകൊണ്ട് തന്റെ കടയിൽ വിശ്രമിക്കുവാനായിട്ട് അയാൾ ജോണിനെ അനുവദിച്ചു. എന്നാൽ അതിന്റെ പിന്നിലും ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം മാനിറച്ചിയും ചോളം കൊണ്ടുണ്ടാക്കിയ ബ്രെഡും കാപ്പിയും കഴിച്ചതിന് ശേഷം അവർ സംസാരം തുടങ്ങി. ജോ തന്റെ കടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും മികച്ച റൈഫിളും ധാരാളം കെണികളും ഒരു ചെറിയ കുതിരയും ജോൺസന് നൽകി. ഇതൊന്നും സൗജന്യമല്ലായിരുന്നു. അതിനു വേണ്ടിയിട്ട് തന്റെ കൈവശമുള്ള അവസാനത്തെ തുകയും അയാൾക്ക് ചെലവഴിക്കേണ്ടി വന്നു. അതിജീവിക്കുവാൻ മതിയായ അവശ്യ സാധനങ്ങൾ എല്ലാം ആയപ്പോൾ ഒരു മൗണ്ടൻമാനായിട്ട് ജീവിതം ആരംഭിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. കെണി വെച്ച് പിടിക്കുവാൻ ധാരാളം കാട്ടുമൃഗങ്ങളുള്ള സ്ഥലം എവിടെയാണുള്ളതെന്ന് ജോയോട് അയാൾ ചോദിച്ചു. കാരണം അയാൾക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടല്ലോ. ജോ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ പടിഞ്ഞാറോട്ട് കൈ ചൂണ്ടിക്കാട്ടിയിട്ട് ബിഗ് ബ്ലൂവിൽ പോയാൽ മതി. നിനക്ക് കെണി വെച്ച് പിടിക്കുവാനും തിന്നുവാനും മിച്ചമുള്ളത് വിൽക്കുവാനും മാത്രം ധാരാളം മൃഗങ്ങളെ അവിടെ കിട്ടും. ബിഗ് ബ്ലൂ ഒരു പർവ്വത പ്രദേശമാണ്. ജോയോട് നന്ദിയും പറഞ്ഞുകൊണ്ട് ജോൺസൺ റൈഫിളുകളും കെണിയും എടുത്ത് കുതിരപ്പുറത്ത് കയറി പുറപ്പെട്ടു. യാത്രയ്ക്കൊടുവിൽ ജോൺ ബിഗ് ബ്ലൂ കൺട്രിയിലെ പരിക്കും പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നു. സമയം കളയാതെ അയാൾ അവിടെയുള്ള മലഞ്ചെരിവുകളിൽ കെണികൾ സ്ഥാപിക്കുവാനായിട്ട് തുടങ്ങി. അത്രയും സമയം വരെ വിശാലമായിട്ടുള്ള ഈ പ്രദേശത്ത് താൻ ഏകനായിരിക്കുമെന്നാണ് ജോൺസൺ വിചാരിച്ചത്. എന്നാൽ ആ വിചാരം തെറ്റാണെന്ന് മനസ്സിലാകുവാൻ അധികം നേരമെടുത്തില്ല. ഒരു ദിവസം നിലത്തൊരു കെണി തയ്യാറാക്കി വയ്ക്കുമ്പോൾ തൊട്ടു പിന്നിൽ നിന്നും ഒരു ശബ്ദം ജോൺസൺ കേട്ടു. അയാൾ ഞെട്ടിപ്പോയി. മെല്ലെ തിരിഞ്ഞു നോക്കി. അവിടെ 6 അടി പൊക്കമുള്ള മറ്റൊരു മൗണ്ടൻമാൻ പിന്നിൽ നിൽക്കുന്നതാണ് കണ്ടത്. അയാളുടെ തോളിലൂടെ നെഞ്ചിലേക്ക് നീണ്ട ജട കെട്ടിയ മുടി തൂങ്ങിക്കിടക്കുന്നു. ആ മനുഷ്യൻ ജോണിന്റെ നേരെ ഒരു റൈഫിളും ചൂണ്ടിയിട്ടുണ്ട്. എന്നാൽ തോക്ക് അല്പം താഴ്ത്തിയുമാണ് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അയാൾക്ക് തന്നെ ആക്രമിക്കുവാനായിട്ട് യാതൊരു പദ്ധതിയും ഇല്ല എന്ന് ജോൺസന് മനസ്സിലായി. മകനെ, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അയാൾ സൗഹാർദ്ദപരമായിട്ട് ചോദിച്ചു. ഈ പ്രദേശം കെണി വെച്ച് പിടിക്കുവാൻ പറ്റിയ സ്ഥലമാണെന്ന് തന്നോട് ഒരാൾ പറഞ്ഞതിന് പ്രകാരമാണ് താൻ ഇവിടെ വന്നതെന്ന് ജോൺസൺ പറഞ്ഞു. ഇത് കേട്ട ആ പർവ്വതവാസി പൊട്ടിച്ചിരിച്ചു. ജോൺ ഹാച്ചർ എന്നാണ് തന്റെ പേരെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു. നിനക്ക് ഈ വിവരം തന്നയാൾ എന്തായാലും നിന്നെ പറ്റിച്ചതാണ്. ഈ സ്ഥലം വളരെ കാലം മുൻപ് വേട്ടക്കാർ കെണികൾ വെച്ച് നശിപ്പിച്ചതാണ്. ഇവിടെയുള്ള സർവ്വ മൃഗങ്ങളെയും അവർ തീർത്തതാണ്. നീ ഇവിടെ കെണി വെച്ച് വെറുതെ സമയം കളയുകയാണ്. പിന്നെ ജോൺ ഹാച്ചർ ജോൺസന്റെ കെണികളെ അവജ്ഞയോടെ ഒന്ന് നോക്കി. അയാൾ അത് ദൂരേക്ക് തൊഴിച്ചെറിഞ്ഞു. ഇതെല്ലാം ഇവിടെ ഉപേക്ഷിക്കണം.
എന്നിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. എവിടേക്കാണോ നമ്മൾ പോകുന്നത് അവിടെ നമ്മൾ സ്വന്തമായിട്ട് കെണികൾ ഉണ്ടാക്കി മൃഗങ്ങളെ പിടിക്കും. ജോൺ ഹാച്ചർ പിന്നീട് ജോൺ ജോൺസന്റെ കുതിരയെ പരിശോധിച്ചു. അതൊരു നല്ല മൃഗമാണെന്ന് അയാൾ പറഞ്ഞു. ബിഗ് ബ്ലൂ പ്രദേശം കെണി വയ്ക്കുവാനായിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് കടയുടമ ജോ റോബിഡോക്സ് അവനെ പറ്റിച്ചതാണെന്ന് ഹാച്ചറിന് മനസ്സിലായി. കുതിരയെ ഒഴിച്ചു നിർത്തിയാൽ ജോ അയാൾക്ക് നൽകിയ കെണികളെല്ലാം തീരെ നിലവാരമില്ലാത്തവയായിരുന്നു. ഹാച്ചറിന് ജോൺസനോട് സഹതാപവും സ്നേഹവും തോന്നി. അയാൾ അവനെ തന്റെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചു. ഇരുവരും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മാനിറച്ചി കഴിച്ചു. പിന്നെ ഭാവി പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ തുടങ്ങി. അപ്പോഴാണ് ഹാച്ചർ പണം സമ്പാദിക്കുവാനുള്ള പുതിയൊരു മാർഗം യുവാവായിട്ടുള്ള ഈ കെണിക്കാരനെ അറിയിച്ചത്. അയാൾ ഈ പ്രദേശത്തുള്ള അമേരിക്കൻ ഗോത്രവർഗ്ഗക്കാരുമായിട്ട് നടന്ന ഏറ്റുമുട്ടലിൽ നിന്നും താൻ ശേഖരിച്ച മനുഷ്യരുടെ ശിരോചർമ്മങ്ങൾ അവനെ കാണിച്ചു. ഈ അറപ്പുളവാക്കുന്ന ട്രോഫികൾക്ക് ഇംഗ്ലണ്ടിൽ വലിയ വിപണിയുണ്ടെന്ന് ഹാച്ചർ ജോണിനോട് പറഞ്ഞു. സത്യത്തിൽ അതിർത്തി രാജ്യത്തിന്റെ വന്യതയിലേക്ക് ഒരിക്കലും കാലുകുത്തുവാനായിട്ട് ധൈര്യപ്പെടാത്ത ഇംഗ്ലീഷ് പ്രഭുക്കന്മാർ ലണ്ടനിലെ അവരുടെ മാളികകളിലെ അടുപ്പുകളുടെ മുകളിലായിട്ട് ഇത്തരം ഭയാനകമായിട്ടുള്ള സൂനിയറുകൾ തൂക്കിയിടുവാനായിട്ട് മത്സരിച്ചിരുന്നു. തന്റെ മാളികയിൽ വരുന്ന വിരുന്നുകാരോട് കനത്ത പോരാട്ടത്തിന്റെ ഒടുവിൽ താൻ സമ്പാദിച്ചതാണിതെല്ലാമെന്ന് അവർ വീരവാദം മുഴക്കും. എത്രയും കൂടുതൽ ശിരോചർമ്മം ഒരാളുടെ കൈവശമുണ്ടോ അയാളെ അത്രയും വലിയ ധീരനായിട്ടാണ് മറ്റുള്ളവർ പരിഗണിക്കാറ്, പ്രത്യേകിച്ചും സ്ത്രീകൾ. അതുകൊണ്ട് ഇത്തരം വസ്തുക്കൾ വാങ്ങുവാനായിട്ട് എത്ര പണം വേണമെങ്കിലും അവർ ചെലവാക്കും. ഹാച്ചർ പറഞ്ഞത് കേട്ട് ജോൺസൺ ഞെട്ടിപ്പോയി. ഒരുപക്ഷെ അയാൾക്ക് ഈ അപരിചിതനെക്കുറിച്ച് അപ്പോൾ ചില സംശയങ്ങൾ വരെ ഉണ്ടായി കാണും. പക്ഷെ അപ്പോഴേക്കും വളരെയേറെ വൈകിപ്പോയിരുന്നു. കാരണം അയാളോടൊപ്പം തികച്ചും അപരിചിതമായിട്ടുള്ള ഈ പ്രദേശത്തേക്ക് ജോൺസൺ വളരെയേറെ ദൂരം യാത്ര ചെയ്തിരുന്നു. അതുകൊണ്ട് ജോൺസൺ ഇപ്പോൾ തന്റെ വഴികാട്ടിയായിട്ടുള്ള ഈ പുതിയ സുഹൃത്തിനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കേണ്ട ഗതികേടിലെത്തി. അത് നല്ലതിനാണോ അതോ ദോഷത്തിനാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ മനസ്സിലാ മനസ്സോടെ ഹാച്ചറിനെ പിന്തുടർന്നു. പർവ്വതങ്ങൾക്കും അപ്പുറമുള്ള യൂയിന്റെ എന്ന പ്രദേശത്തേക്കാണ് അവർ പോയത്. ഈ സ്ഥലത്ത് തങ്ങിയാൽ മൃഗങ്ങളെ മാത്രമല്ല അതിലും വിലപിടിപ്പുള്ള ശിരോചർമ്മങ്ങളും കിട്ടുവാൻ സാധ്യതയുണ്ടെന്ന് ഹാച്ചർ അയാളോട് പറഞ്ഞു. അയാളുടെ നിഗമനം തെറ്റിയില്ല. അവർ നടന്നു പോകുമ്പോൾ അരപ്പഹോ റെഡ് ഇന്ത്യക്കാരുടെ ഒരു സംഘം ഇവരെ പതിയിരുന്ന് ആക്രമിച്ചു. ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ അമ്പുകൾ അവരുടെ മേൽ വർഷിക്കപ്പെട്ടു. ജോൺസന്റെ തോളിൽ ഒരു അമ്പിൻ മുന തറഞ്ഞു കയറി. അതേ സമയത്ത് തന്റെ റൈഫിൾ ഉയർത്തി അത് തനിക്ക് നേരെ അയച്ച റെഡ് ഇന്ത്യനെ കൊല്ലുവാനും അയാൾക്ക് സാധിച്ചു. ഇതിനിടയിൽ ഹാച്ചറും വെറുതെ ഇരുന്നില്ല. തന്റെ ആയുധം കൊണ്ട് മിന്നൽ വേഗത്തിൽ അയാളും വെടിവെച്ചു. അയാൾ വളരെ വേഗത്തിൽ രണ്ടുപേരെ വെടിവെച്ചു കൊന്നു. ഈ കാഴ്ച ബാക്കിയുള്ളവരെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു കളഞ്ഞു. ജീവനും കയ്യിലെടുത്ത അക്രമികൾ ദൂരെയുള്ള കുന്നുകളിലേക്ക് ഓടിപ്പോയി. ആ നിമിഷത്തിലാണ് പർവ്വതങ്ങളിലെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഹാച്ചർ തനിക്ക് എത്രമാത്രം വിലപ്പെട്ട അധ്യാപകനാണെന്ന് ജോൺസൺ തിരിച്ചറിഞ്ഞത്. അന്ന് ഹാച്ചറിന്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ അയാൾ നിശ്ചയമായിട്ടും കൊല്ലപ്പെടുമായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഹാച്ചർ തന്റെ പ്രാഥമിക മെഡിക്കൽ കഴിവുകൾ പോലും തെളിയിച്ചു. അയാൾ കയ്യിലിരുന്ന ബോവി കത്തിയെടുത്ത് ജോൺസന്റെ തോളി തറഞ്ഞിരുന്ന അമ്പ് അതിവിദഗ്ധമായിട്ട് വെട്ടിമാറ്റി. നരച്ച മുടിയുള്ള ആ പർവ്വതവാസിയെ സംബന്ധിച്ച് ഇത്തരമൊരു ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് അയാളുടെ ജീവിതത്തിലെ ആദ്യത്തെ കാര്യമൊന്നുമല്ല. നീണ്ട ജീവിതം അയാളെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ജോൺസന് ഹാച്ചറിന്റെ പ്രവൃത്തിയിൽ വലിയ മതിപ്പുണ്ടായി. അതോടൊപ്പം ഹാച്ചറിനും തന്റെ പുതിയ കൂട്ടാളിയോടും വലിയ മതിപ്പ് തോന്നി. കാരണം ജോൺ ജോൺസൺ എത്ര കഠിനമായ വേദനയെ സഹിക്കുവാൻ കഴിവുള്ള ഒരാളാണെന്ന് അയാൾക്കന്ന് മനസ്സിലായി. ഹാച്ചർ അമ്പ് അയാളുടെ ദേഹത്തു നിന്നും പറിച്ചെടുക്കുന്ന സമയത്ത് ജോൺസൺ യാതൊരു ശബ്ദവും ഉണ്ടാക്കിയില്ല. മറ്റുള്ളവരാണെങ്കിൽ ആ സമയത്ത് അലറി കരയുമായിരുന്നു. ഈ കാഴ്ച അയാളെ ആശ്ചര്യപ്പെടുത്തി. നിങ്ങൾക്ക് യാതൊരു വികാരവും തോന്നുന്നില്ലേ? അമ്പേറ്റ മുറിവ് വളരെ ആഴമുള്ളതായിരുന്നു, ഹാച്ചർ പറഞ്ഞു. എന്നാൽ ജോൺസൺ ആകട്ടെ വേദനയൊന്നും കാര്യമാക്കിയില്ല. അന്നത്തെ ക്യാമ്പിൽ നിന്നും പുറപ്പെടും മുൻപ് ഹാച്ചർ അവന് പഠിക്കുവാൻ വേണ്ടി ശിരോചർമ്മം എങ്ങനെ വൃത്തിയായിട്ട് ഉരിഞ്ഞു മാറ്റാമെന്നൊരു ക്ലാസ് നടത്തി. അയാൾ വെടിയേറ്റ് വീണ് കിടക്കുന്ന അക്രമികളിൽ ഒരാളുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ ശിരോചർമ്മം നീക്കം ചെയ്യുവാൻ തുടങ്ങി. ആ സമയത്തും ആ റെഡ് ഇന്ത്യക്കാരൻ മരിച്ചിട്ടില്ല എന്ന് ജോൺസന് മനസ്സിലായി. അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ജോൺ ഹാച്ചറോട് ഞെട്ടലോടെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും ഹാച്ചർ കയ്യിലുള്ള കത്തി എതിരാളിയുടെ ഹൃദയത്തിൽ കുത്തിയിറക്കി. അയാൾ കൊല്ലപ്പെട്ടു. പിന്നെ ആ മനുഷ്യന്റെ നെഞ്ചിൽ നിന്നും കത്തി വലിച്ചെടുത്ത് തലയിൽ നിന്ന് ശിരോചർമ്മം വൃത്തിയായിട്ട് നീക്കം ചെയ്യുവാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് വൃത്താകൃതി ശിരോചർമ്മം എങ്ങനെ മുറിച്ചെടുക്കാമെന്ന് ജോൺസനെ അയാൾ കാണിച്ചു കൊടുത്തു. തലയ്ക്ക് ചുറ്റും കത്തികൊണ്ട് വരഞ്ഞ ശേഷം കത്തി ചർമ്മത്തിന്റെ ഉള്ളിലേക്ക് കടത്തി വളരെ ശ്രദ്ധാപൂർവം എല്ലിൽ നിന്നും തൊലി വേർപെടുത്തും. ഒടുവിൽ തലയിൽ നിന്നും ഉച്ചിയിലെ മുടി പിടിച്ചു പൊക്കും. അതോടെ അയാളുടെ തലമുടി തോലോടുകൂടി പറഞ്ഞു വരും. പിന്നെ അതിലുള്ള രക്തം പോകുവാനായിട്ട് കയ്യിലിട്ട് ഏതാനും വട്ടം ചുഴറ്റും. ഇത്രയും ചെയ്ത ശേഷം ആ വയസ്സൻ തന്റെ ബെൽറ്റിലെ ഒരു ലൂപ്പിൽ ആ ശിരോചർമ്മം തൂക്കിയിട്ടു. പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ഞാനിത് പറഞ്ഞുവെങ്കിലും ലോകത്തിലെ ഏറ്റവും വേദനയുള്ള മരണങ്ങളിൽ ഒന്നാണിത്. പല കേസുകളിലും ഇങ്ങനെ ശിരോചർമ്മം ഉരിഞ്ഞെടുക്കുന്നത് എതിരാളിക്ക് ജീവൻ ഉള്ളപ്പോഴായിരിക്കും. ഞരമ്പ് മുറിഞ്ഞ ചോര ചീറ്റുന്ന തലയുമായിട്ട് അയാൾ പിടഞ്ഞു പിടഞ്ഞ് നരകവേദന എടുത്ത് മരിക്കും. ആരുടെയും സിരകളെ മരവിപ്പിക്കുന്ന ഈ പ്രകടനം പൂർത്തിയാക്കിയ ശേഷം ഹാച്ചർ തന്റെ പുതിയ ശിഷ്യനായ ജോൺസണോട് അടുത്ത് കിടക്കുന്ന മറ്റേ എതിരാളിയുടെ ശിരോചർമ്മവും അതുപോലെ നീക്കം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഒരു മടിയും കൂടാതെ അയാൾ
ആ മനുഷ്യന്റെ നെറ്റി മുതൽ കഴുത്തിന്റെ പിൻവശം വരെയുള്ള ചർമ്മത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് വരഞ്ഞു. പിന്നെ ചർമ്മത്തിന്റെ ഉള്ളിലേക്ക് ആയുധം കടത്തി ശ്രദ്ധാപൂർവ്വം തലയോടിൽ നിന്നും വേർപെടുത്തി. പിന്നെ ആ റെഡ് ഇന്ത്യന്റെ കുടുമിയിൽ പിടിച്ച് ആഞ്ഞു വലിച്ചു. ചോരയൊഴുകുന്ന ശിരോചർമ്മം ജോൺസന്റെ കയ്യിലെത്തി. ഹാച്ചർ ചെയ്തതുപോലെ വീശി ചുഴറ്റി അതിലെ രക്തം കളഞ്ഞ് തന്റെ ബെൽറ്റിൽ അവനത് തൂക്കി. തന്റെ ശിഷ്യന്റെ പെട്ടെന്നുള്ള പഠനത്തിൽ ഹാച്ചറിന് വലിയ മതിപ്പുണ്ടായി. അത് അയാൾ തുറന്നു പറയുകയും ചെയ്തു. ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ള ഏതൊരു മനുഷ്യനേക്കാളും ഈ ജോലിക്ക് നിങ്ങൾ യോഗ്യനാണെന്ന് അയാൾ പ്രശംസിച്ചു. കൈവശമുള്ള ഭീകരമായിട്ടുള്ള ട്രോഫികളുമായിട്ട് 2 പർവ്വത മനുഷ്യരും നേരെ പടിഞ്ഞാറോട്ട് സൂര്യാസ്തമയം ലക്ഷ്യമാക്കിയിട്ട് ഒരുമിച്ച് നടന്നു. അരപ്പഹോ ഗോത്രക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് ശേഷം ജോൺസണും ഹാച്ചറിന്റെ സ്വന്തം വീട്ടിലേക്കാണ് പോയത്. അതാകട്ടെ വളരെ നീണ്ടൊരു യാത്രയായിരുന്നു. ചില വിവരണങ്ങൾ അനുസരിച്ച് ഈ യാത്രയിൽ വെച്ച് ജോൺസൺ ഒരു കരടിയെ ഒറ്റയ്ക്ക് കൊന്നുവെന്ന കഥകളുമുണ്ട്. അവർ പോകുന്ന വഴിക്ക് ഒരു കരടി അവരെ പിന്നിൽ നിന്നും ആക്രമിക്കുവാനായിട്ട് പാഞ്ഞെടുത്തു. കരടിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് മരത്തിൽ കയറും മുൻപ് ആ കരടിയെ വെടിവെച്ച് മുറിവേൽപ്പിക്കുവാനായിട്ട് ഹാച്ചറിന് കഴിഞ്ഞിരുന്നു. അതേസമയം ജോൺസൺ നിലത്ത് തനിച്ചായി. മുറിവേറ്റ പ്രതികാരദാഹിയായിട്ടുള്ള കരടി അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. അടുത്ത നിമിഷം അയാൾ തന്റെ കത്തി പുറത്തെടുത്ത് പൊരുതുവാനായിട്ട് തയ്യാറായി. മൃഗം വേഗത്തിൽ നഖങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുവാനായിട്ട് മുന്നേറിയപ്പോൾ തല കുനിച്ചുകൊണ്ട് കരടിയുടെ കൈക്കുള്ളിലേക്ക് അയാൾ ഓടിക്കയറി. തന്റെ കത്തി മൃഗത്തിന്റെ നെഞ്ചിലേക്ക് ജെറമിയ ജോൺസൺ കുത്തിയിറങ്ങി. അതോടൊപ്പം വഴുതിയും മാറി. എന്നിട്ട് ഹാച്ചർ കയറി അതേ മരത്തിലേക്ക് ഓടിക്കയറുകയും ചെയ്തു. മാരകമായി മുറിവേറ്റ കരടി നേരെ പിന്നോട്ട് മറിഞ്ഞു വീണു. അതോടെ അവർക്ക് ആ മരത്തിൽ കരടി മരിക്കും വരെ കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ കരടി കൊല്ലപ്പെട്ടുവെന്ന് ഉറപ്പിച്ച ശേഷമാണ് മരത്തിൽ നിന്നും ഇറങ്ങി അവർ യാത്ര പുനരാരംഭിച്ചത്. ഇത്തരം കഥകളിൽ പലതും മറ്റു പലരും പറഞ്ഞ് വാമൊഴിയായിട്ട് പ്രചരിച്ചതാണ്. അതുകൊണ്ട് എന്താണ് സത്യമെന്നും അസത്യമെന്നും തിരിച്ചറിയുവാനായിട്ട് പ്രയാസമാണ്. എങ്കിലും ഒരു കാര്യം മറക്കരുത്, ഈ കഥ തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാകുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം കരടികളോട് പോരാടി അവരെ കൊലപ്പെടുത്തിയിട്ടുള്ള ധാരാളം മനുഷ്യരുണ്ട്. കഠിനമായ യാത്രയ്ക്കൊടുവിൽ അവർ ഹാച്ചറിന്റെ വീട്ടിൽ എത്തിച്ചേർന്നു. അവിടെ ഹാച്ചർ ഒറ്റയ്ക്കായിരുന്നില്ല ജീവിച്ചത്. 2 പ്രാദേശിക അമേരിക്ക സ്ത്രീകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവർ അയാളുമായിട്ട് ആ വീടും അടുപ്പും കിടക്കയും പങ്കിട്ടു. തന്റെ കാമുകിമാരിൽ ഒരാളെ ജോൺസന് നൽകുവാനായിട്ട് ഉദാരമനസ്കനായ ഹാച്ചർ തയ്യാറായി. അയാൾ ജോൺസനോട് തന്റെ ഭാര്യമാരിൽ ഒരാളെ ശൈത്യകാലത്തെ കുളിരകറ്റുവാനായിട്ട് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അയാൾ ആ ഓഫർ നിരസിച്ചു. തനിക്ക് തന്റെ കാര്യം സ്വയം നോക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അതിനിടയിൽ ശീതകാലം ആഗതമായി. ഹാച്ചർ തന്റെ പുതിയ സുഹൃത്തായ ജോൺസനെ തന്റെ പഴയകാല വീരസാഹസ കഥകൾ പറഞ്ഞ് രസിപ്പിച്ചു. ഇതിനിടയിൽ ജോൺസൺ പരിചയപ്പെട്ട മറ്റു വ്യക്തികളും അയാളെ തേടി അവിടെ എത്തിയിരുന്നു. അതിൽ ഒരാളായിരുന്നു ക്രിസ്ലാപ്പ്. ക്രിസ്ലാപ്പിന് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു. ബിയർക്ലോ എന്ന അപരനാമത്തിലായിരുന്നു അയാൾ അവിടെ അറിയപ്പെട്ടത്. ജോൺസൺ മറ്റെന്തെങ്കിലും ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകുമ്പോഴും സാധനങ്ങൾ വാങ്ങുമ്പോഴും അടുത്തുള്ള പ്രദേശങ്ങളിൽ മൃഗത്തോലുകളും മനുഷ്യരുടെ ശിരോചർമ്മങ്ങളും വിൽക്കുവാനായിട്ട് പോകുമ്പോഴും ഈ ക്രിസ്ലാപ്പ് അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. പലപ്പോഴും ജോൺസനെ മൃഗങ്ങളെ കണ്ടെത്തുവാൻ സഹായിച്ചത് ഇയാളായിരുന്നു. ഇതിനിടയിൽ ക്രിസ്ലാപ്പിനെ എന്തുകൊണ്ടാണ് ആളുകൾ ബിയർക്ലോ എന്ന് വിളിക്കുന്നത് എന്ന് ജോൺസൺ മനസ്സിലാക്കി. ക്രിസ്ലാപ്പ് കരടികളെ കെണിയിൽ വീഴ്ത്തുവാനായിട്ട് ബഹുമിടുക്കനായിരുന്നു. അതുകൊണ്ടും തീരുന്നില്ല അയാളുടെ വിനോദം. കെണിയിൽ അകപ്പെട്ട കരടികളുടെ നഖങ്ങൾ അവർ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അയാൾ മുറിച്ചെടുക്കും. ഇങ്ങനെ ചെയ്യുന്നതിൽ ക്രിസ്ലാപ്പ് വലിയ ആഹ്ലാദം കണ്ടെത്തിയിരുന്നു. മുറിച്ചെടുത്ത അത്തരം നഖങ്ങൾ അയാൾ കൊരുത്ത് മാലകളാക്കിയിട്ട് അഭിമാനത്തോടെ ധരിക്കും. ക്രിസ്ലാപ്പ് വെള്ളിമുടിയുള്ള ഒരു പർവ്വതവാസിയാണ്. ഇത്തരം വിചിത്രമായിട്ടുള്ള ശീലം ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ അയാളെ ബിയർക്ലോ എന്ന് വിളിച്ചത്. അപ്പോഴേക്കും ജോൺസൺ 20കളുടെ തുടക്കത്തിൽ എത്തിയിരുന്നു. 6 അടി 2 ഇഞ്ച് പൊക്കവും 240 പൗണ്ട് ഭാരവുമുള്ള വലിയ ശക്തനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് അയാൾ മാറി. ഒരേ സമയത്ത് കരുത്തരായിട്ടുള്ള 2-ലധികം പുരുഷന്മാരെ ഒറ്റയ്ക്ക് നേരിടുവാനായിട്ട് കഴിയുന്ന ഒരു പോരാളിയായിട്ട് അയാൾ പരക്കെ അറിയപ്പെട്ടു. ജോൺസനെ കുറിച്ച് പാണന്മാർ പാടിപ്പതിഞ്ഞ അനേകം കഥകളുണ്ട്. അതിൽ ഒരു കഥ ഇതാണ്. ഒരു ദിവസം അവിടെയുള്ള ഒരു വ്യാപാരിയുമായിട്ട് അയാൾ വലിയ തർക്കത്തിൽ ഏർപ്പെട്ടു. ഈ വ്യാപാരിയുടെ കീഴിലാകട്ടെ നല്ല കരുത്തരായിട്ടുള്ള 5 ജോലിക്കാർ ഉണ്ടായിരുന്നു. അവർ ജോൺസനെ ആക്രമിക്കുവാനായിട്ട് മുൻപോട്ട് കുതിച്ചു. അയാൾ ഒരേ സമയം 5 പേരുമായിട്ട് ഏറ്റുമുട്ടി. ആ പോരാട്ടത്തിൽ 5 പേരെയും ജോൺസൺ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കിയെന്ന് പറയുന്നു. ജെറമിയ ജോൺസൺ നിശ്ചയമായിട്ടും ഒരു മർക്കട മുഷ്ടിക്കാരനായിരുന്നു. അക്കാലത്ത് മൗണ്ടൻ മാന്മാരും തദ്ദേശീയരായിട്ടുള്ള അമേരിക്കക്കാരും അടങ്ങുന്ന സമൂഹത്തിൽ പലപ്പോഴും സംഘർഷം പൊട്ടിപ്പുറപ്പെടുമായിരുന്നു. വഴക്കുണ്ടാകുവാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും വേണ്ട. എപ്പോൾ വേണമെങ്കിലും എന്തു സംഭവിക്കാം. അതാണ് സാഹചര്യം. ഇത് തടയുവാനായിട്ട് കുറച്ച് ആളുകൾ ഒരുമിച്ച് ഒരു സംഘമുണ്ടാക്കി. അവർ തങ്ങളെ വിളിച്ചത് ക്യാമ്പ് പോലീസ് എന്നാണ്. ഗ്രാമത്തിൽ സമാധാനം നിലനിർത്തുവാനുള്ള ഒരു ജാഗ്രതാ സംഘമായിരുന്നു ഇത്. അധികം വൈകാതെ തടിമിടുക്കുള്ള ജോൺസൺ അതിന്റെ ഭാഗമായിട്ട് മാറി. പെട്ടെന്ന് ശോഭിക്കുന്നവനാണെങ്കിലും ജോൺസന് ചില നല്ല ആദർശങ്ങൾ ഉണ്ടായിരുന്നു. സദായിപ്പോഴും പരസ്പരം കലഹിക്കുന്ന പർവ്വതവാസികൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കുവാനായിട്ട് അയാൾ ശ്രമിച്ചിരുന്നു. അവിടെയുള്ള കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഒരു തർക്കം കൈവിട്ടു പോയാൽ അത് പരിഹരിക്കുവാനായിട്ട് ജോൺസൺ ഉടനടി അവിടെ എത്തും. എങ്കിലും ചില വിവരണങ്ങൾ അനുസരിച്ച്
പ്രശ്നമുണ്ടാക്കുന്നവരെ ഒതുക്കുവാനായിട്ട് ജോൺസൺ എപ്പോഴും ഒന്നും സമാധാനത്തിന്റെ മാർഗം സ്വീകരിച്ചിരുന്നില്ല. അതിന് ഒരു ഉദാഹരണം നോക്കാം. ഒരു ദിവസം കവലയിൽ വെച്ച് എതിരാളികളായിട്ടുള്ള ഗോത്രങ്ങളിൽ നിന്നുമുള്ള 2 യോദ്ധാക്കൾ പരസ്പരം കത്തികാട്ടി ഭീഷണിപ്പെടുത്തുമ്പോഴാണ് അയാൾ അവിടെ എത്തിയത്. രണ്ടുപേരും പരസ്പരം വട്ടമിട്ട് ആക്രമിക്കുവാനായിട്ട് പാഞ്ഞു നടക്കുന്ന സമയത്ത് ജോൺസൺ നേരെ അവരുടെ നടുവിലേക്ക് കടന്നു വന്നു. പിന്നെ ഇരുവരുടെ ശിരസുകൾ തന്റെ ശക്തമായ കൈകളിൽ ഒതുക്കിപ്പിടിച്ച് അവരുടെ തലകൾ തമ്മിൽ അതിശക്തമായിട്ട് കൂട്ടിയിടിപ്പിച്ചു. തലയോട് തകർന്ന രണ്ടുപേരും മരിച്ചാണ് താഴെ വീണത്. ആ പർവ്വതദേശത്തെ സമാധാനം ഭഞ്ജിക്കുവാനായിട്ട് ശ്രമിച്ചവരെ കൊലപ്പെടുത്തിക്കൊണ്ട് ജോൺസൺ അവിടെ നിന്ന് സ്ഥാപിച്ചത് സമാധാനം തന്നെയാണോ എന്നൊരു ചോദ്യം മാത്രം ഇവിടെ അവശേഷിക്കുന്നു. ഈ കാലഘട്ടത്തിലെ ധാർമ്മിക മൂല്യം വെച്ച് നമ്മൾ ജോൺസനെ അളന്നാൽ അയാൾ കുറ്റവാളിയാണ്. എന്നാൽ ആ കാലഘട്ടത്തിലെ ചിന്താഗതി വെച്ച് നോക്കിയാൽ ജോൺസൺ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. 1846 വേനൽക്കാലമായപ്പോൾ ജോൺസൺ മൊണ്ടാനയിൽ തനിക്ക് ജീവിക്കുവാൻ വേണ്ട സകല അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി. കെണിയിൽ പെടുവാൻ അനുയോജ്യമായ മൃഗങ്ങൾ നിറഞ്ഞ നിരവധി സ്ഥലങ്ങൾ അയാൾ കണ്ടെത്തി. മൃഗങ്ങളെ പിടിക്കുവാൻ കഴിയുന്ന സീസൺ തീരുന്ന സമയത്ത് അതിജീവിക്കുവാനായിട്ട് അയാൾ മറ്റൊരു ജോലിയും കണ്ടെത്തി. അയാൾ വനത്തിൽ നിന്നും മരം വെട്ടി വിറകാക്കി ചുമന്ന് നദിക്കരയിൽ എത്തിച്ച് സ്റ്റീം ബോട്ടിലെ ക്യാപ്റ്റന്മാർക്ക് വിട്ടിരുന്നു. അവരുടെ ആവി കപ്പലുകളെ ഉപയോഗിക്കുവാനായിട്ട് വിറക് ധാരാളമായിട്ട് വേണം. അതേ വർഷം വേനൽക്കാലത്ത് ജോൺസന് വളരെ ഭയാനകവും അതോടൊപ്പം ദുഃഖകരവുമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഒരു ദിവസം ഒരു അമേരിക്കൻ ഗോത്രവർഗം കൂട്ടക്കൊല ചെയ്ത ഒരു കുടുംബത്തിൽ ജോൺസൺ എത്തപ്പെടുകയാണ്. ഭാര്യയും 3 കുട്ടികളുടെ അമ്മയുമായ ഒരു സ്ത്രീ മാത്രമായിരുന്നു ആദിവാസികൾ ആ കൂട്ടക്കൊലയെ അതിജീവിച്ചത്. ഒരു പുതിയ ജീവിതം തുടങ്ങുവാനായിട്ട് അവളും 3 കുട്ടികളും ഭർത്താവായിട്ടുള്ള ജോൺ മോർഗനുമൊത്ത് പടിഞ്ഞാറ് ദിശ ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യുകയായിരുന്നു. ഈ യാത്രക്കിടയിൽ അവർ വിശ്രമിക്കുവാനായിട്ട് ഒരിടത്ത് തങ്ങി. സമീപത്തെ പറമ്പിലേക്ക് കൂടെ ഉണ്ടായിരുന്ന കാളകളെ മേയ്ക്കുവാനായിട്ട് മോർഗൻ കൊണ്ടുപോയി. എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും അയാൾ മടങ്ങി വന്നില്ല. മിസ്സിസ് മോർഗൻ വേഗം പിതാവിനെ അന്വേഷിക്കുവാനായിട്ട് തന്റെ 2 ആൺകുട്ടികളെ അയച്ചു. പക്ഷെ അവരും മടങ്ങി വന്നില്ല. അടുത്തതായിട്ട് പിതാവിനെയും സഹോദരന്മാരെ അന്വേഷിക്കുവാനായിട്ട് അവർ തന്റെ മകളെയാണ് അയച്ചത്. മകൾ പോയതിന്റെ തൊട്ടു പിന്നാലെ ശ്രീമതി മോർഗൻ അവളുടെ ചെവി തുളയ്ക്കുന്ന നിലവിളിയാണ് കേട്ടത്. അവർക്ക് ചോര മരവിക്കും പോലെ തോന്നി. മകളുടെ കാതടിപ്പിക്കുന്ന അലർച്ച ആ അന്തരീക്ഷത്തിൽ ഇങ്ങ് മലയടിച്ചു. തന്റെ മകളെ ആരോ ആക്രമിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ശ്രീമതി മോർഗൻ ഉടൻ തന്നെ ഒരു കോടാലിയും എടുത്തുകൊണ്ട് മകളുടെ കരച്ചിൽ കേട്ട ഭാഗം ലക്ഷ്യമാക്കി ഓടി. അപ്പോൾ അവൾ അവിടെ കണ്ട കാഴ്ച ഇതായിരുന്നു. അവളുടെ ഭർത്താവായ മോർഗൻ ഒരു മരക്കുറ്റിയിൽ ബന്ധിച്ച നിലയിൽ ഇരിക്കുന്നു. അയാളുടെ ശിരോചർമ്മം വെട്ടി മാറ്റിയിരുന്നു. മോർഗന് കഷ്ടിച്ച് ജീവനുണ്ട്. അയാളുടെ 2 ആൺകുട്ടികളും നിലത്ത് മരിച്ചു കിടക്കുന്നു. അവരുടെ ശിരോചർമ്മവും അറുത്തു മാറ്റിയിരിക്കുന്നു. ബ്ലാക്ക് ഫൂട്ട് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ മകളെ ബലാത്സംഗം ചെയ്യുവാനായിട്ട് അവളുടെ വസ്ത്രങ്ങൾ കീറിപ്പറിച്ച് നിലത്ത് എറിഞ്ഞിരിക്കുന്നു. നിരവധി ബ്ലാക്ക് ഫൂട്ട് പോരാളികൾ സമീപത്തായിട്ട് ഇതും ആസ്വദിച്ചുകൊണ്ട് അവരുടെ ഊഴത്തിനു വേണ്ടിയിട്ട് അക്ഷമരായിട്ട് കാത്തു നിൽക്കുന്നു. ഈ കാഴ്ച ശ്രീമതി മോർഗനിൽ രോഷത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു. പ്രതികാരത്തിന്റെ ഉന്മാദത്തിന്റെ ഉച്ചഘട്ടത്തിൽ പരിസരം മറന്ന് ശ്രീമതി മോർഗൻ അക്രമികളെ ആക്രമിച്ചു. അവൾ അതിശക്തമായിട്ട് അവരെ കോടാലിക്ക് അടിച്ചു വീഴ്ത്തി. ബ്ലാക്ക് ഫൂട്ടുകൾ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. കൃത്യസമയത്ത് പ്രതികരിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ബാക്കിയുള്ളവർ ഓടിപ്പോകും മുൻപായിട്ട് അവരെ 4 പേരെ കൊല്ലുവാനായിട്ട് ശ്രീമതി മോർഗന് സാധിച്ചു. ഇതിനിടയിൽ മരണാസന്നനായ മോർഗനെ തങ്ങളുടെ കുതിരപ്പുറത്ത് വലിച്ചു കയറ്റിക്കൊണ്ടാണ് ബ്ലാക്ക് ഫൂട്ട് യോദ്ധാക്കൾ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ഈ കൂട്ടക്കൊലയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ജോൺ ജോൺസൺ അവിടെ എത്തിയത്. ഇതിനോടകം മാരകമായ പരിക്കേറ്റ മകളും മരിച്ചിരുന്നു. ജോൺസൺ വരുന്ന സമയത്ത് ദുഃഖാർത്തയായ അമ്മ തന്റെ കുട്ടികളെ സംസ്കരിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു. ജോൺസണും മുൻപോട്ട് വന്ന ആ ഉദ്യമത്തിൽ അവരെ സഹായിച്ചു. യോദ്ധാക്കൾ ഓടിപ്പോയപ്പോൾ താഴെ പോയ ഭർത്താവിന്റെ ശിരോചർമ്മവും അവർ സംസ്കരിച്ചു. അതുകൊണ്ടും കലി അടങ്ങാത്ത ആ അമ്മ 4 ശവക്കുഴികൾക്ക് മുൻപിലായിട്ട് ഓരോ മരക്കുറ്റി നാട്ടുകയും എന്നിട്ട് ഓരോ കുറ്റിയുടെ മുകളിലായിട്ട് താൻ വധിച്ച 4 യോദ്ധാക്കളിൽ ഓരോരുത്തരുടെയും തല വെട്ടിയെടുത്ത് കുത്തി നിർത്തുകയും ചെയ്തു. ശ്രീമതി മോർഗൻ ചെയ്ത പ്രതികാര നടപടി തികച്ചും ന്യായീകരിക്കാവുന്ന ഒന്നാണ്. വെട്ടിയെടുത്ത തലകൾ നാട്ടി നിർത്തിയ ആ മരക്കുറ്റികൾ ശത്രുക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. ഈ സ്ത്രീയെ സഹായിക്കുവാൻ തനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന ചിന്താക്കുഴപ്പത്തിലായിരുന്നു ആ സമയത്ത് ജോൺസൺ. എന്തായാലും ശ്രീമതി മോർഗനു വേണ്ടി അവിടെ തന്നെ താൽക്കാലികമായിട്ടൊരു തടിക്യാബിൻ നിർമ്മിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അതിന്റെ നിർമ്മാണം പൂർത്തിയാകുവാനായിട്ട് ഏതാനും ദിവസമെടുത്തു. ക്യാബിന്റെ പണി പൂർത്തിയായപ്പോൾ സ്വയം പ്രതിരോധിക്കുവാനായിട്ട് തന്റെ കൈവശമുള്ള ഒരു റൈഫിളും അവൾക്ക് നൽകി. പിന്നെ ഹാച്ചറിന്റെ വീട്ടിലേക്ക് തിരികെ മടങ്ങി. അപ്പോഴേക്കും ജോൺസന്റെ ഗുരുവും സുഹൃത്തുമായ ഹാച്ചർ ആ ദേശം വിട്ടു പോകുവാനായിട്ട് തീരുമാനിച്ചിരുന്നു. പടിഞ്ഞാറ് കാലിഫോർണിയയിലേക്ക് പോകുവാനും അവിടെ തന്റെ ഭാഗ്യം പരീക്ഷിക്കുവാനുമാണ് അയാൾ തീരുമാനിച്ചത്. അതിനു മുൻപായിട്ട് തന്റെ 2 കാമുകിമാരെ അവരുടെ ഗോത്രമായ ഷയോണിലേക്ക് അദ്ദേഹം ധാരാളം സമ്മാനങ്ങളുമായിട്ട് മടക്കി അയച്ചു. പുറപ്പെടും മുൻപ് അദ്ദേഹം ജോൺസന് തന്റെ പുരയിടവും കൃഷിയിടവും നൽകി. ഇതിനിടയിൽ ജോൺ ജോൺസന് കുടുംബത്തിലെ അംഗങ്ങൾ കൺമുൻപിൽ കശാപ്പ് ചെയ്യപ്പെട്ടത് കണ്ട ശ്രീമതി മോർഗൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന വിവരവും ലഭിച്ചു. അവിടെയുള്ള കമ്മ്യൂണിറ്റിയിലെ പലരും അവളെ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള മറ്റ് കമ്മ്യൂണിറ്റികളിലേക്ക് വരുവാനും സാമൂഹ്യ ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു.
എന്നാൽ ശ്രീമതി മോർഗൻ തന്റെ കുടുംബത്തിലെ അംഗങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ നിന്നും താൻ എവിടേക്കുമില്ലെന്ന് നിർബന്ധം പിടിച്ചു. അവൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് ആരെയും ആശ്രയിക്കാത്ത ഒരു മൗണ്ടൻ വുമൺ ആയിട്ട് മാറി. തോക്കുധാരിയായിട്ടുള്ള ആ വിധവയ്ക്ക് ജനങ്ങൾ നൽകിയ വിളിപ്പേരിതായിരുന്നു, ക്രേസി വുമൺ. അവൾ തീവ്ര ദുഃഖത്താൽ ഉന്മാദിയായിരുന്നു. തന്നെ എതിർക്കുന്ന ആർക്കു നേർക്കും പൊട്ടിത്തെറിക്കും. കൂടാതെ എല്ലാ രാത്രികളിലും തന്റെ കുടുംബം ആക്രമിക്കപ്പെട്ട അതേ സമയത്ത് അവൾ ദയനീയമായിട്ട് വിലപിക്കും. ആ വിലാപം ക്രമേണ അലർച്ചയായിട്ട് മാറും. ഒടുവിലത് ഹൃദയം തകരുന്ന കരച്ചിലിൽ അവസാനിക്കും. അവരുടെ നിലവിളി കിലോമീറ്ററുകൾ ദൂരെ നിന്ന് പോലും കേൾക്കാമായിരുന്നു. വൈകാതെ സമീപത്തുള്ള കമ്മ്യൂണിറ്റികളിൽ ഇവരെക്കുറിച്ച് ധാരാളം കിംവദന്തികൾ ഉയർന്നു. ക്രേസി വുമൺ ആഭിചാരക്കാരിയാണെന്നും ആരെയും ശപിച്ച് ഇല്ലാതാക്കുവാനായിട്ട് അവർക്ക് സാധിക്കുമെന്നും ജാലവിദ്യ, ദുർമന്ത്രവാദം, ഇതിലെല്ലാം അവർ അഗ്രഗണ്യാണ് എന്നും കഥകൾ പ്രചരിച്ചു. അതോടെ അവിടെയുള്ള ഗോത്രക്കാർ എല്ലാവരും അവളെ ഭയപ്പെട്ടു. ആ പർവ്വത ദേശങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയായിട്ടുള്ള അതീന്ദ്രിയ ശക്തിയുള്ള സ്ത്രീയായിട്ട് അവളെ അവർ കണ്ടു. എന്നാൽ അവളുടെ സങ്കടകരവും ദാരുണവുമായിട്ടുള്ള യഥാർത്ഥ ജീവിതകഥയെക്കുറിച്ച് അറിയാവുന്നവർക്ക് സത്യം എന്താണെന്ന് അറിയാമായിരുന്നു. ആ സ്ത്രീ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി ജോൺസൺ അറിഞ്ഞു. ക്രേസി വുമണിന്റെ ഭർത്താവ് യഥാർത്ഥത്തിൽ തന്റെ തടവുകാരിൽ നിന്നും പിന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ അയാൾ ഈ വാർത്ത ക്രേസി വുമണിനെ അറിയിച്ചില്ല. കാരണം അത്തരം രീതികളൊന്നും മൗണ്ടൻ മാൻമാർക്ക് ചേരുന്നതുമായിരുന്നില്ല. ജോൺസൺ അനുമാനിച്ചത് ഇങ്ങനെയാണ്: മോർഗൻ തന്റെ ഭാര്യയെ അന്വേഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിനവന് അവൻ്റെതായിട്ടുള്ള കാരണങ്ങൾ കാണും. അല്ലെങ്കിൽ അവൻ വളരെ ദുഃഖിതനും മാനസികമായിട്ട് തകർന്നവനുമായിരിക്കും. കഴിഞ്ഞുപോയ ദുരന്തത്തെക്കുറിച്ച് അയാൾ മറക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാവാം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ക്രേസി വുമണിനോട് ജോൺസൺ ആ കാര്യങ്ങൾ പങ്കുവയ്ക്കാത്തത് കൊണ്ട് നമുക്ക് പലർക്കും ആ മനുഷ്യനോട് നീരസം തോന്നിയേക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ അത്തരക്കാരനാണ്. ജോൺസനെ സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിന്റെ കാര്യമല്ല. അതുകൊണ്ട് അയാൾക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യവുമില്ല. 1847 തുടക്കത്തിലാണ്. വസന്തകാലത്തിന്റെ ആദ്യ മിന്നലുകൾ ചക്രവാളത്തിൽ എത്തിയ ഉടൻ തന്നെ ജോൺസൺ പോയ ശൈത്യകാലത്ത് താൻ കുടുക്കിട്ട് പിടിച്ച് ശേഖരിച്ച എല്ലാ രോമങ്ങളും വിൽക്കുവാനായിട്ട് തയ്യാറാക്കി. തന്റെ സാധനങ്ങളെല്ലാം വാരിപ്പെറുക്കി അയാൾ പുറപ്പെട്ടു. മെയ് മാസത്തോടെ അദ്ദേഹം അവിടെയുള്ള ഫ്ലാറ്റ് ഹെഡ് ഗോത്രത്തിന്റെ ക്യാമ്പിലെത്തി. ഈ ഗോത്ര തലവനെ അയാൾക്ക് മുൻപരിചയമുണ്ടായിരുന്നു. ഫ്ലാറ്റ് ഹെഡ് ഗോത്രവുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. മുൻപും ഈ ഗോത്രവുമായിട്ട് അയാൾ സാധനങ്ങൾ കച്ചവടം ചെയ്തിരുന്നു. ഈ അവസരത്തിൽ അവരോടൊപ്പം ഒരു വലിയ വിരുന്ന് കഴിക്കുവാനായിട്ട് ഗോത്രമൂപ്പൻ ജോൺസനെ ക്ഷണിച്ചു. വിരുന്നിന്റെയും ആഘോഷങ്ങളുടെയും ഇടയിൽ ഒരു അഭിപ്രായം പൊതുവായിട്ട് ഉയർന്നു. ജോൺസണോട് മുഖ്യന്റെ മകളെ വധുവായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഒരു നിർദ്ദേശം സഭയിൽ ഉയർന്നു. ഇതിന് മുൻകൈ എടുത്തത് ജോൺസൺ ആണോ അതോ മൂപ്പനാണോ എന്ന കാര്യത്തിൽ അത്ര വ്യക്തതയില്ല. എന്തായാലും ഗോത്ര മൂപ്പന് ഈ വിവാഹ ആലോചനയോട് പരിപൂർണമായിട്ട് സമ്മതമായിരുന്നു. ഒരു റൈഫിൾ, 2 കത്തികൾ, കുറച്ച് ഉപ്പ്, പഞ്ചസാര എന്നിവ സമ്മാനമായിട്ട് വാങ്ങിയ ശേഷം തലവൻ സ്വന്തം മകളെ ജോൺസന് ഭാര്യയായിട്ട് നൽകി. മൂപ്പന്റെ മകൾ കാഴ്ചയിൽ വളരെ സുന്ദരിയായിരുന്നു. അവളുടെ സുന്ദരമായിട്ടുള്ള സ്വഭാവം മൂലമാണ് അവളെ സ്വാൻ എന്ന് വിളിച്ചിരുന്നത്. ഒരു പിതാവ് തന്റെ മകളെ മറ്റൊരു പുരുഷന് നൽകുവാനായിട്ട് സമ്മാനങ്ങൾ വാങ്ങി വിൽക്കുന്നതിനോട് നമുക്ക് ദേഷ്യം തോന്നുമെങ്കിലും അക്കാലത്തെ പല ഗോത്രക്കാരിലും ഇതെല്ലാം വളരെ സർവ്വസാധാരണമാണ്. സ്വാൻ ഈ രീതിയിൽ ജോൺസന് കൈമാറ്റം ചെയ്യപ്പെട്ടില്ലെങ്കിൽ അവൾ സമാനമായിട്ടുള്ള രീതിയിൽ മറ്റാർക്കെങ്കിലും കൈമാറ്റം ചെയ്യപ്പെടുമായിരുന്നു. എന്തായാലും സ്വാനിന് ജോൺസണോട് വലിയ ഇഷ്ടം തോന്നി. അവൻ സത്യസന്ധനായിട്ടുള്ള മനുഷ്യനാണെന്നും തന്നെ നന്നായിട്ട് സംരക്ഷിക്കുന്നവനാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. അയാൾക്കൊപ്പം പോകുവാനായിട്ട് അവൾക്കും ഇഷ്ടമായിരുന്നു. തന്റെ ജോലിഭാരം പങ്കുവയ്ക്കുവാൻ ഒരാൾ കൂടി വന്നിരിക്കുന്നു. ജോൺസണും വലിയ സന്തോഷവാനായിരുന്നു. സ്വാൻ തീ കത്തിച്ച് വെള്ളം ചൂടാക്കും, ആഹാരം പാകം ചെയ്യും, കൂടാതെ പറമ്പിലെ ജോലികളിൽ സഹായിക്കുകയും ചെയ്യും. വളരെ കാലത്തിനു ശേഷം സന്തോഷത്തോടെ പുകവലിക്കുവാനും പുകയില ചവയ്ക്കുവാനും അയാൾക്ക് കഴിഞ്ഞു. ജോൺസൺ തന്റെ ഭാര്യയെ അകമഴിഞ്ഞ് സ്നേഹിച്ചു. അവൾക്ക് അയാൾ സ്വന്തമായിട്ട് ഒരു തോക്ക് നൽകി. കൂടാതെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അയാളും അവളിൽ നിന്ന് നിരവധി കാര്യങ്ങൾ പഠിച്ചു. മൃദുവായ തുകൽ എങ്ങനെ നിർമ്മിക്കാം, ആ തുകൽ കൊണ്ട് ഷൂ എങ്ങനെ നിർമ്മിക്കാം, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും. അവിടെയുള്ള നിരവധി ഗോത്രവർഗക്കാരുടെ ആചാരങ്ങളും അവളുടെ ഗോത്രമായ ഫ്ലാറ്റ് ഹെഡിന്റെ ഭാഷയും സ്വാൻ അയാളെ പഠിപ്പിച്ചു. പിൽക്കാലത്ത് പ്രതികാരദാഹിയായി ഒരു ഇരയിൽ നിന്നും മറ്റൊരു ഇരയിലേക്കുള്ള അയാളുടെ പ്രതികാര പ്രയാണത്തിന് ഇതെല്ലാം വളരെയധികം സഹായിച്ചു. സ്വാനിൽ നിന്നും പഠിച്ചെടുത്ത മൃദുവായ തുകൽ കൊണ്ട് നിർമ്മിച്ച ഷൂസുകൾ മനുഷ്യരെയും മൃഗങ്ങളെയും അവർ പോലും അറിയാതെ പിന്തുടരുവാനും വേട്ടയാടുവാനും അയാൾക്ക് ചെറിയ സഹായമല്ല ചെയ്തു കൊടുത്തത്. എന്നാൽ ജോൺസണ് തന്റെ വധുവിന്റെ ഒപ്പം സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഏതാനും മാസങ്ങൾ മാത്രമേ ആസ്വദിക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ആ ശൈത്യകാലത്ത് അയാൾക്ക് സ്വാനിനെ വിട്ടു പിരിയേണ്ടി വന്നു. കാരണം ആ സമയത്ത് തകൃതിയായിട്ട് നടക്കുന്ന രോമക്കച്ചവടത്തിൽ അയാൾക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. വർഷം മുഴുവനും പിടിച്ച മൃഗങ്ങളുടെ രോമവും തുകലുമൊക്കെ ശൈത്യകാലത്തിലാണ് വിൽപ്പന നടക്കാറ്. അതിനായിട്ട് കച്ചവടം നടക്കുന്ന പലയിടങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. യാത്ര പുറപ്പെടും മുൻപ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടത്ര ആഹാരവും മറ്റു സാധനങ്ങളും കുടിലി ഉണ്ടെന്ന് അയാൾ ഉറപ്പുവരുത്തി. എത്രയും വേഗം താൻ തിരിച്ചെത്തുമെന്ന് അയാൾ അവളോട് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് ജോൺസൺ ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല.
ഒരാളെ മാത്രമല്ല, 2 പേരെയാണ് താൻ ആ കുടിലിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഇത്തവണ പോകുന്നത് എന്ന്. അതെ, സ്വാൻ ഇതിനോടകം ഗർഭം ധരിച്ചിരുന്നു. ഭർത്താവിന്റെ അഭാവത്തിൽ സ്വാൻ നിശബ്ദയായിട്ട് തന്റെ ദിവസങ്ങൾ വീട്ടുവളപ്പിൽ ജോലിയും എടുത്ത് കഴിഞ്ഞുകൂടി. ഇതിനിടെ ജോൺസൺ നൽകിയ തോക്ക് ഉപയോഗിച്ച് ചെറിയ മൃഗങ്ങളെ വേട്ടയാടുമായിരുന്നു. ആഹാരം പാകം ചെയ്ത് തുകലും സംസ്കരിച്ച് സ്വാന് ജെറമിയ ജോൺസൺ വരുന്നതും കാത്ത് ദിവസങ്ങൾ എണ്ണി നീക്കി. അങ്ങനെ ഇരിക്കവെയാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ആ ദുരന്തമുണ്ടായത്. ഒരിക്കൽ അവൾ ആഹാരം പാകം ചെയ്യുമ്പോൾ ഒരു കൂട്ടം യോദ്ധാക്കൾ അവളെ ആക്രമിച്ചു. ക്രോ എന്ന അമേരിക്കൻ ഗോത്രത്തിൽപ്പെട്ട ക്രൂരന്മാരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളായിരുന്നു അത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ വീടും പരിസരവും അവർ കുറച്ചു കാലമായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു. വൈകാതെ ഇപ്പോൾ ആ വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂവെന്ന് അവർ മനസ്സിലാക്കി. അതോടെ ആക്രമണം അഴിച്ചുവിടുവാനായിട്ട് അവർ തീരുമാനിച്ചു. സ്വാനിന്റെ പിന്നാലെ നിശബ്ദനായിട്ട് പതുങ്ങിയെത്തിയ ഒരു ക്രോ യോദ്ധാവ് ഒരു ചെറിയ കൈക്കോടാലി കൊണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് പിന്നിൽ നിന്ന് മാഞ്ഞടിച്ചു. പാവം സ്വാനിനെ ഒന്ന് അനങ്ങുവാൻ പോലും കഴിഞ്ഞില്ല. കഴുത്തിനടിയേറ്റ് പിടലിയും ഒടിഞ്ഞ് അവൾ നിലത്തേക്ക് വീണു. അക്രമി അടുത്ത നിമിഷം അവളുടെ മുതുകിൽ കയറിയിരുന്ന് സ്വാനിന്റെ തലയിൽ നിന്ന് ശിരോചർമ്മം വേഗത്തിൽ മുറിച്ചു മാറ്റി. പിന്നെ ആക്രോശത്തോടെ ആ ക്യാബിൻ മുഴുവനും അവർ കൊള്ളയടിച്ചു. ജോൺസൺ സ്വാനിന് നൽകിയ ഒരു ചെറിയ കുതിര ഉൾപ്പെടെ അകത്തും പുറത്തുമായിട്ട് കണ്ണിൽ കണ്ടതെല്ലാം അവർ മോഷ്ടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഈ ദുരന്തം നടന്ന ആഴ്ചകൾക്ക് ശേഷമാണ് ജെറമിയ ജോൺസൺ തന്റെ വീട്ടിലേക്ക് ഭാര്യയെ കാണുവാനുള്ള ആകാംക്ഷയോടെ മടങ്ങിയെത്തിയത്. അയാൾ അവിടെ കണ്ട കാഴ്ച ഹൃദയം തകർക്കുന്ന ഒന്നായിരുന്നു. സ്വാൻ വീടിന് മുന്നിലെ തുറസായിട്ടുള്ള സ്ഥലത്ത് ചീഞ്ഞ് അഴുകിക്കിടക്കുന്നു. അവളുടെ മനോഹരമായ ഉടൽ തിളങ്ങുന്ന അസ്ഥികൂടമായിട്ട് മാറിയിരിക്കുന്നു. അവശേഷിക്കുന്ന മാംസം കഴുകന്മാർ കുത്തിവലിക്കുന്നു. ജെറമിയ ജോൺസൺ അല്പസമയം തകർന്ന് അവിടെ ഇരുന്നു. പിന്നെ തന്റെ അഗാധമായിട്ടുള്ള ദുഃഖത്തെ അവഗണിച്ച് തന്റെ അഭാവത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് അന്വേഷിക്കുവാനായിട്ട് തുടങ്ങി. അവിടെ വെച്ച ആ മൗണ്ടൻ മാൻ ഒരു ഡിറ്റക്റ്റീവായിട്ട് മാറുകയാണ്. അധികം വൈകാതെ തന്റെ ഭാര്യയുടെ കൊലയാളികൾ ക്രോ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു എന്നതിന്റെ ധാരാളം തെളിവുകൾ അയാൾക്ക് കിട്ടി. ഏതാനും നീണ്ട കഴുകൻ തൂവലുകൾ ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും അയാൾക്ക് കിട്ടുകയാണ്. നിശ്ചയമായിട്ടും ക്രോ ഗോത്രക്കാരുടെ അടയാളമായിരുന്നു അത്. അന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും ലോകം കാണുവാനായിട്ട് വിധിയില്ലാതെ പോയ കുഞ്ഞിന്റെയും ജഡത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ജോൺസൺ അതിഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുത്തു. ക്രോ ഗോത്രത്തിനെ താൻ മുച്ചൂടും മുടിപ്പിക്കും. ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് അയാൾ മാറുകയാണ്. പോൾ ബെന്യാൻ ജോൺ ജെറമിയ ജോൺസൺ എന്ന ഒരു സാധാരണ മൗണ്ടൻ മാൻ ഒരു ഗോത്രത്തെ കിടുകിടാ വിറപ്പിച്ച ലിവർ ഈറ്റിംഗ് ജോൺസണിലേക്ക് മാറുന്ന, അല്ലെങ്കിൽ ഒരു പരകായ പ്രവേശത്തിന്റെ ഞെട്ടിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. തന്റെ ഭാര്യയെ കോടാലിക്കടിച്ച് കൊലപ്പെടുത്തി ശിരോചർമ്മം ഉരിഞ്ഞെടുത്ത ക്രോയെ അധികം താമസിയാതെ ജോൺസണ് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു. ആ കഥ ഇങ്ങനെയാണ്. ക്രോകൾ സാധാരണയായിട്ട് വ്യാപാരം നടത്തി വന്നത് സ്വാനിന്റെ ഗോത്രമായ ഫ്ലാറ്റ് ഹെഡുകളുമായിട്ടായിരുന്നു. ജോൺസൺ ആകട്ടെ ആ ഗോത്രത്തിലെ മൂപ്പന്റെ മരുമകനാണ്. അതുകൊണ്ട് ഫ്ലാറ്റ് ഹെഡ് ഗോത്രത്തിലെ ആചാരങ്ങളും നിയമങ്ങളും എല്ലാം അയാൾക്കറിയാം. ക്രോകളും ഫ്ലാറ്റ് ഹെഡും അവരുടെ ചരക്കുകൾ കൈമാറുന്ന ഒരു ട്രേഡിംഗ് പോസ്റ്റ് ഉണ്ട്. അവിടേക്കാണ് അയാൾ ആദ്യം പുറപ്പെട്ടത്. ജോൺസന്റെ പ്രതീക്ഷ തെറ്റിയില്ല. ട്രേഡിംഗ് പോസ്റ്റിൽ വെച്ച് ക്രോ ഗോത്രക്കാർ ഫ്ലാറ്റ് ഹെഡുകളുമായിട്ട് പരസ്പരം ബാർട്ടർ സമ്പ്രദായത്തിൽ സാധനങ്ങൾ കൈമാറുന്നത് ഒളിച്ചു നിന്നുകൊണ്ട് അയാൾ കണ്ടു. തന്റെ സ്വന്തം വീട്ടിൽ നിന്നും മോഷ്ടിച്ച സാധനങ്ങളും അവർ കച്ചവടം ചെയ്യുന്നത് അയാൾ കണ്ടു. ഫ്ലാറ്റ് ഹെഡ് ജനത ഇതിൽ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. തങ്ങളുടെ മൂപ്പന്റെ മകളെ കൊലപ്പെടുത്തി അതിനുശേഷം അവരുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച വസ്തുക്കളാണ് തങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് എന്ന് അവർക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു. കച്ചവടം കഴിഞ്ഞ് ക്രോകൾ മുൻപോട്ട് നീങ്ങി. ജോൺസൺ ഒരു ഈച്ച പോലും അറിയാതെ വളരെ നിശബ്ദമായിട്ട് അവരെ പിന്തുടർന്നു. ഒരു മികച്ച അവസരത്തിന് വേണ്ടിയിട്ട് ദാഹത്തോടെ അയാൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. താൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഒരു സംഘം ആളുകളെ ആക്രമിക്കുവാനായിട്ട് തനിക്ക് കഴിയില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. താൻ അവരെ പിന്തുടരുന്ന കാര്യം ഒരു കാരണവശാലും അവർ അറിയാതിരിക്കുവാനായിട്ട് ജെറമിയ വളരെയധികം ശ്രദ്ധിച്ചു. അതിനു വേണ്ടിയിട്ട് തന്റെ കുതിരയുടെ കാലിലെ ലാടങ്ങൾ ലെതർ കൊണ്ട് പൊതിഞ്ഞിരുന്നു. മൃദുവായിട്ടുള്ള തുകൽ മൂലം കുളമ്പടിയൊച്ച എതിരാളികൾക്ക് കേൾക്കുവാനായിട്ട് കഴിയില്ല. മാത്രവുമല്ല, കുളമ്പിന്റെ അടയാളങ്ങൾ മണ്ണിൽ കാണപ്പെടത്തുമില്ല. അവിടെ ബീവർ ഹെഡ് എന്ന് പേരുള്ള ഒരു നദിയുണ്ട്. ഈ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ഉപനദിയുടെ തീരത്തായിരുന്നു ക്രോകളുടെ ബേസ് ക്യാമ്പ്. സ്വാനിന്റെ കൊലയാളികൾ അവിടേക്കാണ് പോയത്. ജെറമിയ ജോൺസൺ കുറച്ച് ദൂരെ നിന്ന് കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി. എന്നിട്ട് മുന്നോട്ട് നടന്ന് ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു. എന്നിട്ട് ശത്രുപാളയത്തെ നിരീക്ഷിച്ചു. അകലെയായിട്ട് അവർ കത്തിച്ച തീയുടെ വെളിച്ചം അയാൾക്ക് കാണാമായിരുന്നു. 2 മനുഷ്യരൂപങ്ങൾ തീയുടെ വെളിച്ചത്തിൽ നടക്കുന്നതും അയാൾ കണ്ടു. അവർ കാവൽക്കാരാണ്. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ 2 പേർ കാവൽ നിൽക്കുക പതിവാണ്. ഒരാൾ തീ അണയാതെ സൂക്ഷിക്കണം. അതേ സമയത്ത് അപരൻ ആരെങ്കിലും തങ്ങളെ സമീപിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ട് റോന്തു ചുറ്റും. ഇതാണ് പതിവ്. താൻ ആദ്യം കീഴ്പ്പെടുത്തേണ്ടത് ഈ 2 കാവൽക്കാരെയാണെന്ന് ജോൺസൺ അറിയാം. വളരെ ദൂരെ നിന്ന് പോലും ജോൺസന്റെ കഴുകൻ കണ്ണുകൾ ക്രോകൾ എരുമത്തോൽ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. കച്ചവടത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നതായിരുന്നു അത്. ജെറമിയ ഒരു പദ്ധതി തയ്യാറാക്കി. ആദ്യത്തെ ആക്രമണം അഴിച്ചു വിടും മുൻപ് കുന്നുപോലെ കിടക്കുന്ന ആ എരുമത്തോലിന് പിന്നിൽ എങ്ങനെയെങ്കിലും എത്തപ്പെടണം. പിന്നെ അതിന് പിന്നിലായിട്ട് മറഞ്ഞിരിക്കണം. അയാൾ ഒരു ദീർഘശ്വാസം എടുത്തു. പിന്നെ മെല്ലെ മുൻപോട്ട് നീങ്ങി.
വളരെ സാവധാനം ശത്രുക്കളുടെ പാളയത്തിലേക്ക് ഒരു ഉരകത്തെ പോലെ എഴിഞ്ഞു. ഒടുവിൽ എരുമത്തോലിന്റെ കൂമ്പാരത്തിന് പിന്നിലെത്തി അവിടെ ഒളിച്ചു. ഇതൊന്നും അറിയാതെ കാവൽക്കാരൻ അതുവഴിക്ക് കടന്നു വന്നു. അയാൾ ഒരു വലിയ പാറക്കല്ല് കരുതിയിരുന്നു. അടുത്ത നിമിഷം ആ കാവൽക്കാരന്റെ തലയിലേക്ക് തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ജോൺസൺ കല്ലുകൊണ്ടിടിച്ചു. ഒന്ന് ഞെരങ്ങുവാൻ പോലും കഴിയാതെ അയാൾ നിലത്ത് വീണു. സമയം കളയാതെ ജെറമിയ കാവൽക്കാരനെ കാട്ടിലേക്ക് വലിച്ചിടിച്ച് ബോധം കെടുത്തി. അതിനുശേഷം പദ്ധതിയുടെ 2ാം ഭാഗം അയാൾ നടപ്പിലാക്കി. ജോൺസൺ അടുത്തതായിട്ട് ചെയ്തത് ക്രോകൾ അവരുടെ കുതിരകളെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയാണ്. എന്നിട്ട് അവയെല്ലാം അഴിച്ചുവിട്ടു. അതിനുശേഷം അയാൾ ക്രോ ഗോത്രക്കാരുടെ ശൈലിയിൽ വൂഫ് എന്ന് അലറി. അതിന്റെ അർത്ഥം ശത്രുക്കൾ അടുത്തുണ്ട്, യുദ്ധത്തിന് തയ്യാറാവുക എന്നാണ്. കെട്ടുകളഴിഞ്ഞ് ദിക്കറിയാതെ ഓടുന്ന കുതിരകളുടെ ശബ്ദവും യുദ്ധവിളികളും ക്യാമ്പിനെ മുഴുവൻ പരിഭ്രമത്തോടെ ഞെട്ടി എഴുന്നേൽപ്പിച്ചു. ജോൺസണു വേണ്ടതും അവരുടെ ഈ അങ്കലാപ്പായിരുന്നു. അയാൾ പിന്നീട് ചെയ്തത് ഇതാണ്. ഈ ബഹളത്തിന്റെ ഇടയിലൂടെ അപ്പോഴും അബോധാവസ്ഥയിൽ കിടക്കുന്ന ക്രോയുടെ അടുക്കിലേക്ക് പോയി സമയം കളയാതെ അവന്റെ ശിരോചർമ്മം നീക്കം ചെയ്തു. അതിനുശേഷവും ആ മനുഷ്യന്റെ ശരീരം വിറയ്ക്കുന്നത് അയാൾ കണ്ടു. അതിന്റെ അർത്ഥം അവന് ഇപ്പോഴും ജീവനുണ്ട് എന്നാണ്. ജോൺസൺ അയാളുടെ കഴുത്തറുത്ത് അവന്റെ വേദന എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. അപ്പോഴാണ് അയാൾ കൊല്ലപ്പെട്ടവന്റെ അരക്കെട്ടിലെ ബെൽറ്റിലേക്ക് നോക്കിയത്. ആ ബെൽറ്റിൽ ഒരു യുവതിയുടെ കറുത്തു നീണ്ട മുടിയുള്ള ശിരോചർമ്മം തൂങ്ങിക്കിടക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ജോൺസന് മനസ്സിലായി, ഈ മുടി വേറെ ആരുടെയുമല്ല, തന്റെ ഭാര്യ സ്വാനിന്റെയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കിയത്. തന്റെ ഭാര്യയെ കൊന്ന കൊലയാളിയെ തന്നെയാണ് താനിപ്പോൾ കൊലപ്പെടുത്തിയത്. വൈകാതെ കൊല്ലപ്പെട്ട കാവൽക്കാരനെ അവർ കണ്ടെത്തുമെന്നും അതോടെ ക്രോ ഗോത്രം സർവ്വകോപത്തോടെയും തന്നെ തിരയുമെന്നും അയാൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം അവിടെ അധികം നേരം തങ്ങിയില്ല. ഉറക്കം പോലുമില്ലാതെ കഴിയുന്നത്ര വേഗത്തിൽ കുതിരയെ ഓടിച്ച് നേരെ ഫ്ലാറ്റ് ഹെഡുകളുടെ ക്യാമ്പ് ലക്ഷ്യമാക്കി നീങ്ങി. ജീവനും കയ്യിൽ പിടിച്ചുള്ള ആ പ്രയാണത്തിൽ ജോൺസന്റെ കുതിര അവശനായി. ഫ്ലാറ്റ് ഹെഡുകളുടെ പ്രദേശത്ത് എത്തി കുതിരയെ നിർത്തി ഇറങ്ങിയപ്പോഴേക്കും ആ മൃഗം തളർന്ന ജോൺസന്റെ കാൽക്കൽ വീണു. അയാൾ തന്റെ തോക്ക് വലിച്ചെടുത്ത് അതിന്റെ ദുരിതം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. ഫ്ലാറ്റ് ഹെഡ് ഗ്രാമത്തിലേക്ക് പ്രവേശിച്ച അയാൾ തന്റെ സുഹൃത്തുക്കളെയും ഭാര്യയുടെ ബന്ധുക്കളെയും അഭിവാദ്യം ചെയ്തു. 2 കുട്ടികൾ അവനെ മൂപ്പൻ താമസിക്കുന്ന പ്രധാന കൂടാരത്തിലേക്ക് നയിച്ചു. സ്വാൻ അയാളെ ഗോത്രഭാഷ പഠിപ്പിച്ചതുകൊണ്ട് അവരുമായിട്ട് ആശയവിനിമയം ചെയ്യുവാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. ഫ്ലാറ്റ് ഹെഡുകൾ കച്ചവടം ചെയ്യുവാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 100 കണക്കിന് കുതിരകളെ പാർപ്പിച്ച ഒരു വലിയ മൈതാനത്തിനോട് ചേർന്നുള്ള പ്രധാന കൂടാരത്തിലാണ് അയാൾ എത്തിയത്. അവിടെ വെച്ച് സ്വാനിന്റെ പിതാവിനെ കണ്ടുമുട്ടി. അടുത്ത ബന്ധുക്കൾ ചെയ്യും പോലെ ജോൺസന്റെ നെഞ്ചിൽ കൈവച്ച് അഭിവാദ്യം ചെയ്യുവാനായിട്ട് അദ്ദേഹം എഴുന്നേറ്റു. മൂപ്പൻ വലിക്കുവാനായിട്ട് പൈപ്പും പുകയിലയും കൊണ്ടുവന്നു. അവർ ഏതാനും മിനിറ്റുകൾ നിശബ്ദമായിട്ട് പുകവലിച്ചു. ശേഷം ജോൺസൺ മേധാവിയോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. തന്റെ മരുമകൻ ഫ്ലാറ്റ് ഹെഡ് ഭാഷ നന്നായിട്ട് പഠിച്ചത് കണ്ടപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെടുകയും അതോടൊപ്പം സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മൂപ്പൻ ദുഃഖിതനായി. ജോൺസൺ സ്വാനിനെ എന്താണ് സംഭവിച്ചത് എന്നും താൻ വീണ്ടെടുത്ത സ്വാനിന്റെ ശിരോചർമ്മം ആ പിതാവിനെ കാണിക്കുകയും ചെയ്തു. മകളുടെ ശിരോചർമ്മം എടുത്ത് ആ തലമുടിയിലൂടെ വിരലുകൾ ഓടിച്ച് മൂപ്പൻ സങ്കടത്താൽ വിറച്ചുകൊണ്ട് അത് സ്വാനിന്റെ ആണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ക്രോകളാണ് അവളെ കൊന്നതെന്ന് ജോൺസൺ അദ്ദേഹത്തോട് പറഞ്ഞു. ഇതറിഞ്ഞതും അയാൾ രോഷാകുലനായി. ഉടൻ തന്നെ തന്റെ ജനങ്ങളെ വിളിച്ചുകൂട്ടി തന്റെ മകളെ കൊന്നവരോട് പ്രതികാരം ചെയ്യണമെന്ന് മൂപ്പൻ ആവശ്യപ്പെട്ടു. ക്രോ ഗോത്രക്കാർ ഏതാനും ദിവസം മുൻപ് ഫ്ലാറ്റ് ഹെഡുകളുമായിട്ട് വ്യാപാരം നടത്തിയിരുന്നുവെന്നും അവർ ഉടൻ തന്നെ തിരിച്ചെത്തുമെന്നും ജോൺസൺ അവരെ അറിയിച്ചു. അത് കേട്ടതും മൂപ്പൻ, എന്റെ യോദ്ധാക്കൾ എന്തിനും തയ്യാറാണ്, ഞങ്ങൾ അവർക്ക് ഇത്തവണ കച്ചവടം ചെയ്യുന്നത് മരണത്തെ ആയിരിക്കുമെന്ന് ആക്രോശിച്ചു. തന്റെ മകളെ കൊന്നവനോട് ഏകനായിട്ട് പോയിട്ട് പ്രതികാരം ചെയ്തതിന് മൂപ്പൻ ജോൺസണോട് നന്ദി പറഞ്ഞു. ക്രോ വർഗ്ഗക്കാർ തന്റെ അധികാര പ്രദേശത്തേക്ക് കടന്നു വരുവാനായിട്ട് ധൈര്യപ്പെട്ടാൽ തന്റെ പോരാളികൾ അവരിൽ ബാക്കിയുള്ളവരോട് പ്രതികാരം ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി മൂപ്പൻ ജോൺസന് ഉറപ്പ് നൽകി. അതിനുശേഷം മരുമകന് ഒരു പുതിയ കുതിരയെ അയാൾ സമ്മാനിച്ചു. ജോൺസൺ തന്റെ ക്യാമ്പിലേക്ക് മടങ്ങി. ഇതിനിടെ ഫ്ലാറ്റ് ഹെഡ് യോദ്ധാക്കൾ ക്രോകളുടെ ക്യാമ്പിനെ നിരീക്ഷിക്കുവാനായിട്ട് ഒരു സംഘം പോരാളികളെ നദിക്കരയിലേക്ക് മുൻകൂറായിട്ട് അയച്ചിരുന്നു. എതിരാളികൾ ഫ്ലാറ്റ് ഹെഡ് ഗോത്രക്കാരുടെ അധികാര പ്രദേശത്ത് കടന്നാൽ തൽക്ഷണം അവരെ ആക്രമിക്കുവാനായിട്ട് തയ്യാറായിട്ട് 200-ലധികം ഫ്ലാറ്റ് ഹെഡ് യോദ്ധാക്കൾ അവരുടെ പ്രദേശത്തിന്റെ അതിരിൽ പതുങ്ങിയിരുന്നു. അവർ വിചാരിച്ചതുപോലെ ശത്രുക്കൾ കടന്നു വന്നു. അതേ തുടർന്ന് വലിയൊരു കൂട്ടക്കൊലയാണ് അവിടെ അരങ്ങേറിയത്. അടുത്ത തവണ ജോൺസൺ ഫ്ലാറ്റ് ഹെഡുകളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. തന്റെ അമ്മായിയപ്പന്റെ കൂടാരത്തിന് മുന്നിലായിട്ട് 36ഓളം പുതിയതായിട്ട് അരിഞ്ഞെടുത്ത ശിരോചർമ്മങ്ങൾ കാറ്റിൽ തൂങ്ങിയാടുന്നു. നദിക്കരയിൽ ക്യാമ്പടിച്ച ക്രോ ഗോത്രക്കാരിൽ വെറും 13 ആളുകൾ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരെയും ഫ്ലാറ്റ് ഹെഡുകൾ കശാപ്പ് ചെയ്തു. ഈ പ്രവൃത്തിയോടെ തന്റെ മകളുടെ ഘാതകരോട് താൻ പ്രതികാരം ചെയ്തുവെന്ന് മൂപ്പൻ ആശ്വസിച്ചു. എന്നാൽ ജെറമിയ ജോൺസനെ സംബന്ധിച്ച് അയാളുടെ പ്രതികാരം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതും വർഷങ്ങൾ നീണ്ടുപോയ വല്ലാത്തൊരു പ്രതികാരം. 1848-കളിൽ എപ്പോഴാണ് ക്രോ ഗോത്രക്കാർ ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. തങ്ങൾ സ്ഥിരമായിട്ട് വേട്ടയാടുന്ന മലകളിലും താഴ്വാരങ്ങളിലും ഭയാനകമായിട്ടുള്ള എന്തോ ഒന്ന് പതിയിരിപ്പുണ്ട്. ഗോത്രത്തിലുള്ള പോരാളികളിൽ പലരും വേട്ടയാടുവാൻ പോയെങ്കിലും അവരാരും തിരിച്ചു വന്നില്ല. അന്വേഷിച്ചു പോയവർ കണ്ടതാകട്ടെ അവരുടെ ജഡങ്ങളായിരുന്നു. ഒരു പോരാട്ടം നടന്നതിന്റെയോ കവർച്ചയുടെയോ യാതൊരു അടയാളവും അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല.
കൊലയാളി അപ്രതീക്ഷിതമായിട്ട് അവരെ ആക്രമിച്ച ലക്ഷണങ്ങളാണ് പലപ്പോഴും കാണപ്പെട്ടത്. മാത്രവുമല്ല, കൊല്ലപ്പെട്ടവരെല്ലാം ക്രോ ഗോത്രത്തിലെ അംഗങ്ങളായിരുന്നു. ഈ കൊലകൾ എല്ലാം തന്നെ ക്രമരഹിതമായിരുന്നു. എന്നുവെച്ചാൽ ക്രോ ഗോത്രത്തിൽപ്പെട്ട ആരും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം. മരിച്ചവർക്കെല്ലാം പൊതുവായിട്ടുള്ള ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ശിരോചർമ്മം മാത്രമല്ല, വയറ് കീറി അവരുടെ കരളും പുറത്തെടുത്തിരുന്നു. ഇക്കാലത്തെ ക്രിമിനോളജിയുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇത്തരം പ്രത്യേകതകൾ ഒരു സീരിയൽ കില്ലറുടെ പ്രവൃത്തിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു സീരിയൽ കില്ലർ ചെയ്യും പോലെ സ്വന്തം സിഗ്നേച്ചർ ജോൺസൺ ഇവിടെയും കാണിക്കുന്നുണ്ട്. സീരിയൽ കില്ലർ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നതിനും ഒരു നൂറ്റാണ്ട് മുൻപാണ് ഈ സംഭവ പരമ്പര ഉണ്ടായത്. അന്ന് തന്നെ ഒരു സൈക്കോ കൊലയാളിയുടെ സിഗ്നേച്ചർ ഈ കൊലപാതകത്തിൽ കാണപ്പെട്ടിരുന്നു. ആരോ ഒരാൾ ക്രോ ഗോത്രക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് പതിയിരുന്നു കൊല്ലുന്നു. അത്ര മാത്രമേ അവർക്കും അറിയൂ. ആര്, എന്തിന്? ഈ ചോദ്യമെല്ലാം ഒരു സമസ്യയായിട്ട് അവശേഷിച്ചു. പിന്നീട് ആ നിഗൂഢത മെല്ലെ മറമാറ്റി പുറത്തു വരുവാൻ തുടങ്ങി. ഇതിന്റെ പിന്നിൽ ജെറമിയ ജോൺസൺ ആണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. തന്റെ ഭാര്യയെ കൊന്നതിന് അയാൾ പ്രതികാരം ചെയ്യുകയാണ്. അതോടെ ആളുകൾ അയാളെ ദി ക്രോ കില്ലർ എന്ന് വിളിച്ചു. ആ വനദേശത്തും പർവ്വത താഴ്വാരങ്ങളിലുമുള്ള സെറ്റിൽമെന്റുകളിൽ വിചിത്രരായിട്ടുള്ള മനുഷ്യർ ധാരാളമുണ്ട്. അതിൽ ചിലരാണ് നമ്മൾ മുൻപ് പരിചയപ്പെട്ട ക്രേസി വുമണും ബിയർ ക്ലോയുമൊക്കെ. ഇവരെക്കുറിച്ചും ധാരാളം ഞെട്ടിക്കുന്ന കഥകൾ നിലവിലുണ്ടായിരുന്നു. അതിന്റെ ഇടയിലേക്കാണ് ജെറമിയ ജോൺസന്റെ വന്യവും പൈശാചികവുമായ പ്രതികാരത്തിന്റെ കഥകൾ കൂടി കടന്നു വന്നത്. അവരെയെല്ലാം ഒന്നുപോലെ ഞെട്ടിച്ച യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ജോൺസൺ തന്റെ ശത്രുക്കളുടെ ശിരോചർമ്മവും കരളും പുറത്തെടുക്കുക മാത്രമല്ല ചെയ്തത്. വലിച്ചു പറിച്ചെടുത്ത ആ കരൾ ഇരയുടെ കണ്ണിൽ നോക്കി പച്ചയ്ക്ക് ചവച്ചരച്ച് തിന്നുമായിരുന്നു. അതോടെ അവരയാൾക്ക് മറ്റൊരു ചെല്ലപ്പേരിട്ടു, ലിവർ ഈറ്റിംഗ് ജോൺസൺ. 1849 ആയപ്പോൾ അമേരിക്കയിൽ കാലിഫോർണിയ ഗോൾഡ് റഷിന്റെ കാലം കടന്നു വന്നു. കാലിഫോർണിയ ഗോൾഡ് റഷ് എന്താണെന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡാർക്ക് ഹിസ്റ്ററീസ് പരമ്പരയിലെ നിധിവേട്ട കഥകളിൽ പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടാൽ മതിയാവും. സ്വർണം തിരഞ്ഞ് ഇവിടേക്ക് വന്ന ഖനി തൊഴിലാളികൾ ഈ കഥകൾ അറിയുകയും അവരുടെ സുദീർഘമായിട്ടുള്ള യാത്രകളിൽ എതിരാളിയെ കൊന്ന് കരൾ തിന്നുന്ന ജോൺസന്റെ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. കാലിഫോർണിയയിലേക്കുള്ള യാത്രാമധ്യേ മലനിരകളിലൂടെ കൂട്ടമായിട്ട് നീങ്ങുന്ന യാത്രക്കാരുടെ നാവുകൾ ക്രോ കില്ലറിന്റെ വന്യമായിട്ടുള്ള പ്രതികാരത്തിന്റെ കഥകൾ ഏറ്റുപാടി. അങ്ങനെ ഈ കഥകൾ പടിഞ്ഞാറൻ തീരം വരെ പ്രചരിച്ചു. അവിശ്വസനീയമായിട്ടുള്ള ഈ കഥകൾ വളരെയധികം പ്രചാരം നേടി. പല മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾ അനുസരണക്കേട് കാട്ടുമ്പോൾ നിങ്ങളെ ലിവർ ഈറ്റിംഗ് ജോൺസന് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുമായിരുന്നു. ഈ യാത്രക്കാരിൽ ചിലർ വളരെ അവിചാരിതമായിട്ട് ക്രോ കില്ലറെ നഗരങ്ങളിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. നെഞ്ചും വിരിച്ചുള്ള അയാളുടെ വരവ് കാണുമ്പോഴേ അവർ വിറയ്ക്കുവാൻ തുടങ്ങും. ജെറമിയ ജോൺസന്റെ ഭീകരമായിട്ടുള്ള രൂപം തങ്ങളെ കടന്നു പോകുമ്പോൾ മരണത്തിന്റെ പ്രതീകമായിട്ടുള്ള ഗ്രീം റിപ്പർ തങ്ങളെ കടന്നു പോകും പോലെയാണ് അവർക്ക് തോന്നിയത്. എങ്കിലും അവർക്ക് വിൽക്കുവാനായിട്ട് അയാളുടെ കൈവശം ധാരാളം നല്ലയിനം രോമങ്ങളും ശത്രുക്കളുടെ ശിരോചർമ്മങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം വിറ്റ ശേഷം ധാരാളം വെടിയുണ്ടകളും വെടിമരുന്നും ഉപ്പും കാപ്പിപ്പൊടിയും വാങ്ങിക്കൊണ്ട് അയാൾ വ്യാപാര ചന്തയിൽ നിന്നും തിരികെ മടങ്ങും. ആരെയും ശ്രദ്ധിക്കില്ല. തങ്ങളെ മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഒരാൾ ടാർഗറ്റ് ചെയ്യുന്നു എന്ന ഞെട്ടിക്കുന്ന വസ്തുത ഉടൻ തന്നെ ക്രോകൾക്ക് മനസ്സിലായി. തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യുന്ന ഒരു ഭർത്താവിനെ കുറിച്ചുള്ള കഥകൾ അവരും കേട്ടിരുന്നു. എങ്കിലും അതൊന്ന് ഉറപ്പിക്കുവാനായിട്ട് സ്വാൻ കൊല്ലപ്പെട്ട വീട്ടിൽ പോയിട്ട് നിരീക്ഷണം നടത്തുവാൻ അവർ ഒരു ക്രോ യോദ്ധാവിനെ അയച്ചു. അതോടെ അവർ കേട്ട കഥകൾ സത്യമാണെന്ന് മനസ്സിലായി. നിരീക്ഷണത്തിന് അയച്ച പോരാളി കണ്ട കാഴ്ച ഇതാണ്. തന്റെ ക്യാബിന്റെ പുറത്ത് കൊല്ലപ്പെട്ട ഭാര്യയുടെ തലയോട്ടി നെഞ്ചോടമർത്തി ജെറമിയ ജോൺസൺ നിൽക്കുന്നു. അതോടെ അതിഭയങ്കരമായിട്ടുള്ളൊരു പകവീട്ടലിന്റെ ഇരകളാണ് തങ്ങളെന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി. ഇതിനോടകം ക്രോകളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ അവരുടെ ഗോത്രത്തിന്റെ ശത്രുക്കൾ വരെ ശ്രദ്ധിക്കുവാനായിട്ട് തുടങ്ങി. ക്രോകളെ ട്രേഡിംഗ് പോസ്റ്റുകളിൽ കണ്ടുമുട്ടുമ്പോഴെല്ലാം അവർ പരിഹസിക്കും. റെഡ് ഇന്ത്യൻ ഗോത്രങ്ങളെയും മറ്റുള്ളവർക്ക് തങ്ങളോടുള്ള ബഹുമാനവും ഭയവും വലിയ വിലപിടിപ്പുള്ള ഒന്നാണ്. എന്നാൽ ഇതാ ഒരു മനുഷ്യൻ ഏകനായിട്ട് ഒരു ഗോത്രത്തെ മുഴുവനും വിറപ്പിക്കുന്നു. ഈ യാഥാർത്ഥ്യം അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ നാണക്കേടായിരുന്നു. വൈകാതെ ക്രോകൾ ഒരു വലിയ യോഗം നടത്തുവാനായിട്ട് തീരുമാനിച്ചു. ആ യോഗത്തിൽ വെച്ച് ഈ പ്രതികാരദാഹിയായിട്ടുള്ള സീരിയൽ കില്ലർ എന്ത് ചെയ്യണമെന്ന് അവർ ചർച്ച ചെയ്തു. ഒരു വലിയ സംഘം പോരാളികളുമായിട്ട് പുറപ്പെട്ട് അയാളെ കീഴടക്കി കൊല്ലുക എന്ന ആശയമാണ് പലരും മുൻപോട്ട് വെച്ചത്. അയാൾ എവിടെയാണ് താമസിക്കുന്നത് എന്നും അവർക്കറിയാം. വലിയൊരു കൂട്ടം ആളുകളുണ്ടേൽ എത്ര കരുത്തരാണെങ്കിലും അവരെ തോൽപ്പിക്കുവാനായിട്ട് അയാൾക്ക് സാധിക്കില്ല. എന്നാൽ ഈ ആശയത്തിന് വലിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. 100 കണക്കിന് ആളുകൾ ചേർന്ന് ഒരാളെ ആക്രമിക്കുവാനായിട്ട് പുറപ്പെട്ടാൽ മറ്റു ഗോത്രക്കാരുടെ മുൻപിൽ അവർ കൂടുതൽ പരിഹാസ്യരായിട്ട് മാറും. മറ്റു ഗോത്രക്കാർ അതോടെ അവരെ ഭീരുക്കളെന്ന് തരം താഴ്ത്തും. ഈ വസ്തുത അവരുടെ നേതാക്കൾക്കും അറിയാം. എങ്കിലും എന്തു മാർഗം ഉപയോഗിച്ചാണെങ്കിലും ജെറമിയ ജോൺസൺ എന്ന ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. അവർ കൂടി ആലോചിച്ചെടുത്ത തീരുമാനം ഇതായിരുന്നു. തങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ചവരും കരുത്തരുമായിട്ടുള്ള യോദ്ധാക്കളെ പല ദിവസങ്ങളിലായിട്ട് അയാൾക്കെതിരെ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് അയക്കുക. ഒടുവിൽ പരിക്കേറ്റ അയാൾ തളരും. അപ്പോൾ ഒരു ക്രോ യോദ്ധാവിന് അവനെ നിസ്സാരമായിട്ട് കൊലപ്പെടുത്തുവാനായിട്ട് കഴിയും. സത്യത്തിൽ ഈ ആശയവും ന്യായമായിരുന്നില്ല. എങ്കിലും മറ്റു ഗോത്രക്കാർക്കിടയിൽ ഒരു പരിധിവരെ തങ്ങളുടെ മാന്യത നിലനിർത്തുവാനായിട്ട് ഇതുമൂലം കഴിയും. പക്ഷേ അവരുടെ പദ്ധതി ദയനീയമായിട്ട് പരാജയപ്പെട്ടു.
അവർ അയച്ചവരെല്ലാം ഒന്നൊഴിയാതെ കൊല്ലപ്പെട്ടു. ആ പോരാട്ടത്തെക്കുറിച്ച് ചരിത്രത്തിൽ അധികമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അവരെയൊക്കെ താൻ എങ്ങനെ വധിച്ചുവെന്ന് ജോൺസൺ ആരോടും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ പോരാട്ടത്തിന്റെ അവസാനം അയാളുടെ കൈവശം 20 ക്രോ യോദ്ധാക്കളുടെ ശിരോചർമ്മം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ബിയർ ക്ലോയുമായും ക്രേസി വുമണുമായിട്ടും അദ്ദേഹം സൗഹൃദം പുലർത്തി. ഇവരെ കൂടാതെ ഡെൽഗ്യൂ എന്നൊരു സുഹൃത്തും വേറെ നിരവധി മൗണ്ടൻ മാൻമാരും അയാൾക്ക് കൂട്ടുകാരായിട്ടുണ്ടായിരുന്നു. 1855 ജെറമിയ ജോൺസന്റെ കൂടെ മേൽപ്പറഞ്ഞ ഡെൽഗ്യൂ ഒരു പര്യവേഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. ആ സമയത്ത് അയാൾ ഒരു ക്രോ യോദ്ധാവിനെ കൊല്ലുന്നതിന് ഇദ്ദേഹം ദൃക്സാക്ഷിയായിരുന്നു. ഇക്കാര്യം ഡെൽഗ്യൂ പിന്നീട് മറ്റുള്ളവരോട് പറഞ്ഞാണ് അവരിത് അറിഞ്ഞത്. ആ സംഭവം ഇങ്ങനെയാണ്. ഇരുവരും രാത്രിയിൽ തുറസായിട്ടുള്ളൊരു സ്ഥലത്ത് തീയും കാഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ജോൺസൺ ചാടി എഴുന്നേറ്റ് പിന്നോട്ട് നോക്കി. തുടർന്ന് അദ്ദേഹം ഡെൽഗ്യൂവിനോട് തീ അണയ്ക്കുവാനായിട്ട് ആജ്ഞാപിച്ചു. ഡെൽഗ്യൂ അയാൾ പറഞ്ഞതുപോലെ ചെയ്തു. പിന്നെ അയാൾ കണ്ട കാഴ്ച ഇതാണ്. ജോൺസന്റെ കാല അന്തരീക്ഷത്തിൽ എതിർദിശയിൽ പറക്കുന്നു. അവരുടെ പിന്നാലെ വന്നൊരു നിഴൽരൂപം ചവിട്ടേറ്റ് ദൂരേക്ക് തെറിച്ചു വീഴുന്നു. ജോൺസനെ വധിക്കുവാനായിട്ട് വന്നൊരു ക്രോ ആയിരുന്നു അത്. അയാൾക്ക് കാലുറപ്പിക്കുവാനായിട്ട് കഴിയും മുൻപ് അടുത്ത ചവിട്ടും കിട്ടി. അയാൾ അവശനായിട്ട് നിലത്തേക്ക് വീണു. തുടർന്ന് ജോൺസൺ ക്രോയുടെ മേൽ ചാടി വീണ് കൈവശമുള്ള കത്തി അയാളുടെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കി. അയാൾ കൊല്ലപ്പെട്ടു. പിന്നെ അയാൾ ആ കത്തി ഊരി ശിരോചർമ്മം നീക്കം ചെയ്തു. ഇത്തരം ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തി കാണുവാനായിട്ട് ഡെൽഗ്യൂവിന് കഴിയുമായിരുന്നില്ല. ഡെൽഗ്യൂവിന്റെ എതിർപ്പൊന്നും വകവയ്ക്കാതെ അയാളുടെ ശിരോചർമ്മം ജോൺസൺ നീക്കം ചെയ്യുകയും വയർ കീറിപ്പിളർന്ന അയാളുടെ കരൾ പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്തു. ഡെൽഗ്യൂവിന് ഒരിക്കലും ഈ കാഴ്ച മറക്കുവാനായില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം അയാൾ റിപ്പോർട്ട് ചെയ്തത്. 1861 തുടക്കത്തിൽ ഒരു സംഭവം ഉണ്ടായി. അത് അവസാനിച്ചത് വലിയൊരു കൂട്ടക്കൊലയിലാണ്. മൗണ്ടൻ മാൻമാരും റെഡ് ഇന്ത്യൻസും തമ്മിൽ തുറന്നൊരു പോരാട്ടത്തിനാണ് അത് വഴിവെച്ചത്. അതിന് കാരണക്കാരനും ഈ ജെറമിയ ആയിരുന്നു. ആ വർഷം മലനിരകളിലൂടെ വിസ്കി കടത്തുവാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ജോൺസനെ ചിലർ പിടികൂടി. അയാളുടെ ശത്രുക്കളായ ക്രോകളായിരുന്നില്ല ജോൺസനെ പിടിച്ചത്. നേരെ മറിച്ച് ബ്ലാക്ക് ഫൂട്ട് എന്ന ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. കുതിരപ്പുറങ്ങളിൽ വെച്ച് കെട്ടിയ നിരവധി ബോട്ടിൽ വിസ്കികളുമായിട്ട് ഏതാനും ദിവസങ്ങളായിട്ട് ബ്ലാക്ക് ഫൂട്ടുകളുടെ പ്രദേശത്തുകൂടി അയാൾ കടന്നു പോവുകയായിരുന്നു. മദ്യം കയറ്റി വരുന്ന ഒരു കൂട്ടം മൃഗങ്ങളെ കണ്ടപ്പോൾ അവർക്ക് ആശ അടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ ജോൺസനെ ആക്രമിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഇതിനിടയിൽ താൻ സഞ്ചരിക്കുന്ന പാതയോട് അതിരിട്ട് നിൽക്കുന്ന കൂറ്റൻ പാറക്കല്ലുകളുടെ മറവിൽ നിന്നുകൊണ്ട് നിശബ്ദമായിട്ട് തന്നെ നിരീക്ഷിക്കുന്ന ബ്ലാക്ക് ഫൂട്ടുകളുടെ സാന്നിധ്യം അയാൾ അറിഞ്ഞില്ല. അറിഞ്ഞതാകട്ടെ മുകളിൽ നിന്നും അമ്പുകൾ ആലിപ്പഴം പോലെ മുൻപിൽ വന്ന് വീണപ്പോഴാണ്. അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ഒരു നിമിഷം തന്റെ തോക്ക് എടുത്തിവരെ നേരിട്ടാലോ എന്ന് അയാൾ ആലോചിച്ചു. എന്നാൽ പാറക്കെട്ടുകളുടെ പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ശത്രുക്കളെ നേരിടുവാനായിട്ട് തനിക്ക് കഴിയില്ല എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. താൻ തോക്കൊന്ന് അനക്കിയാൽ മതി, 100 കണക്കിന് അസ്ത്രങ്ങൾ തന്നെ അരിപ്പ പോലെ തുളച്ചു കളയും. ഇത്തവണ തന്റെ കാര്യം തീരുമാനമായെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്ത ഒരു കാര്യം ജെറമിയ അന്ന് ചെയ്തു. താൻ കീഴടങ്ങുന്നു എന്ന ആംഗ്യവും കാട്ടി തോക്ക് താഴെയിട്ട് കൈകൾ രണ്ടും ഉയർത്തി അയാൾ മുട്ടുകുത്തി. അധികം വൈകാതെ തന്റെ ശിരോചർമ്മം നീക്കം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം കണക്കുകൂട്ടി. ഇത്രയും ആയതോടെ എതിരാളികൾക്ക് ഒരു കാര്യം മനസ്സിലായി. അയാളെയും അയാളുടെ ചരക്കുകളെയും ഒരു പോരാട്ടവും ഇല്ലാതെ എളുപ്പത്തിൽ കൊണ്ടുപോകുവാൻ കഴിയും. അതോടെ സംഘത്തിന്റെ നേതാവ് പാറക്കെട്ടുകളിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ജോൺ ജോൺസൺ ആണ് തങ്ങളുടെ പിടിയിൽപ്പെട്ടതെന്ന് അയാളും തിരിച്ചറിഞ്ഞത്. ക്രോകളുടെ അന്തകൻ ഒടുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ അലറിക്കൂവി. സത്യത്തിൽ നൂറ്റാണ്ടുകളായിട്ട് ബ്ലാക്ക് ഫൂട്ട് ഗോത്രക്കാരുടെ ശത്രുക്കളായിരുന്നു ക്രോകൾ. ഇക്കാര്യം ജോൺസണും അറിയാം. അയാൾ അവരോട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല എന്ന് പറഞ്ഞു. ബ്ലാക്ക് ഫൂട്ട് എന്ന ഈ ഗോത്രത്തിന്റെ ശത്രു ആയിരുന്നില്ലെങ്കിലും അയാൾ അവരുടെ മിത്രവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ വിധി ഒരു തുലാസിൽ എന്ന പോലെ ആടുകയായിരുന്നു. മറ്റൊരു കാര്യം, ഈ ബ്ലാക്ക് ഫൂട്ട് ഗോത്രം ക്രോകളുമായിട്ട് മാത്രമല്ല ഫ്ലാറ്റ് ഹെഡുകളുമായിട്ടും ശത്രുതയിലായിരുന്നു. അവരാകട്ടെ അയാളുടെ ഭാര്യയുടെ ഗോത്രവുമാണ്. ഇവിടെ വെച്ച് ജെറമിയ വലിയൊരു മണ്ടത്തരം കാണിച്ചു. ബ്ലാക്ക് ഫൂട്ട് നേതാവ് ഈ വിസ്കി എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഫ്ലാറ്റ് ഹെഡുകൾക്ക് വേണ്ടിയാണെന്ന് അയാൾ അറിയാതെ പറഞ്ഞുപോയി. ഇത് കേട്ടതോടെ ബ്ലാക്ക് ഫൂട്ട് നേതാവ് ഫ്ലാറ്റ് ഹെഡുകളെ പരിഹസിച്ച് കാറുതുപ്പി. ശേഷം ജോൺസനെ തങ്ങളുടെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു. ജോൺസനെ താൻ അയാളുടെ ഏറ്റവും വലിയ ശത്രുക്കളായ ക്രോകൾക്ക് വിൽക്കുമെന്ന് നേതാവ് പറഞ്ഞു. അതിലും വലിയ അപകടം വേറെയില്ല. ക്രോകൾക്ക് തന്നെ കൈമാറിയത് പരമാർത്ഥമാണെങ്കിൽ അവർ തന്നെ ചിത്രവധം ചെയ്തു കൊല്ലുമെന്ന് ജെറമിയായ്ക്ക് നന്നായിട്ടറിയാം. ജോണിന്റെ സാധനങ്ങളെല്ലാം അവർ പിടിച്ചെടുത്തു. കാൽനടയായിട്ട് നടക്കുവാനായിട്ട് അയാൾ നിർബന്ധിതനായി. അദ്ദേഹത്തെ ബ്ലാക്ക് ഫൂട്ടുകൾ അവരുടെ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. ഈ യാത്രക്കിടയിൽ വെച്ചവർ അയാളെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. ബ്ലാക്ക് ഫൂട്ടുകളുടെ ക്യാമ്പിലെത്തിയതും അയാളെ അവർ കൈയും കാലും കെട്ടി ഒരു കൂടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അയാൾക്ക് കാവലായിട്ട് ഒരു പോരാളിയെ അവർ നിർത്തി. ബാക്കിയുള്ളവർ ജോൺസൺ കൊണ്ടുവന്ന വിസ്കി വയറ് നിറച്ചു കുടിച്ചു. ഇതിനിടയിൽ അവരുടെ ഘോരമായിട്ടുള്ള പാട്ടും ചിരിയും ഉയർന്നു. ഈ ആഘോഷം തന്റെ കാവൽക്കാരന്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കുന്നുണ്ടെന്ന് ഇതിനോടകം ജെറമിയ മനസ്സിലാക്കി. ഒരവസരത്തിന് വേണ്ടിയിട്ട് അയാൾ കാത്തിരുന്നു. കാവൽക്കാരന്റെ ശ്രദ്ധ മാറുന്ന സമയത്ത് അയാൾ തന്റെ കെട്ടുകൾ അഴിക്കുവാനായിട്ട് ശ്രമിച്ചു. ഒടുവിൽ ആരോ ഈ കാവൽക്കാരന് കുറച്ച് മദ്യം കൊണ്ടുവന്ന് കൊടുത്തു. ലഹരിയുടെ ആധിക്യം അയാളെ കൂടുതൽ അശ്രദ്ധാലുവാക്കി.
ഒടുവിൽ തന്റെ കെട്ടുകൾ പൊട്ടിക്കുന്നതിൽ ജെറമിയ വിജയിച്ചു. അയാൾ എതിരാളിക്ക് നേരെ കുതിച്ചു. തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഒരു ചവിട്ടേറ്റ് കാവൽക്കാരൻ നിലം പതിച്ചു. അതോടൊപ്പം തലയിൽ ശക്തമായിട്ടുള്ള ഒരു പ്രഹരവും കിട്ടി. സമയം കളയാതെ ജോൺസൺ അവന്റെ കത്തി കൈവശമാക്കി. എന്നിട്ട് അയാളുടെ ശിരോചർമ്മം മറുത്തു മാറ്റി. പിന്നെ അത് ബെൽറ്റിൽ തിരികെ വെച്ചു. അതിനുശേഷം അയാൾ ഇന്നുവരെ ചെയ്യാത്ത മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഇതിനോടകം അബോധാവസ്ഥയിലായ കാവൽക്കാരന്റെ കാല് തുടയ്ക്ക് മുകളിൽ നിന്നും മുറിച്ചെടുത്തു. ഒരു നീണ്ട യാത്രയാണ് തന്റെ മുൻപിലുള്ളത്. കരൾ മാത്രം കഴിച്ചത് തരണം ചെയ്യുവാനായിട്ട് കഴിയില്ല എന്ന് അയാൾക്കറിയാം. സാഹചര്യം അയാളെ വീണ്ടും നരഭോജിയാക്കി മാറ്റുകയായിരുന്നു. ജോൺസൺ ആ തോൽ കൂടാരത്തിൽ നിന്നും പുറത്തു ചാടി ഇരുട്ടിന്റെ മറവിലൂടെ മുറിച്ചെടുത്ത കാലും തോളി തൂക്കി ബ്ലാക്ക് ഫൂട്ടുകളുടെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. സഞ്ചരിക്കുവാനായിട്ടൊരു കുതിരയെ സംഘടിപ്പിക്കുവാൻ യാതൊരു മാർഗവുമില്ല. രക്ഷപ്പെടണമെങ്കിൽ 200 മൈലുകൾ ദൂരെയുള്ള തന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അതിലും കൂടുതൽ ദൂരമുള്ള ഫ്ലാറ്റ് ഹെഡ് ക്യാമ്പിലേക്കോ നടക്കേണ്ടി വരും. കാലാവസ്ഥയും അയാൾക്ക് എതിരായിരുന്നു. അതിശക്തമായിട്ടുള്ള മഞ്ഞ് വീഴ്ച തുടങ്ങിയിരുന്നു. ഇതിനോടകം ബ്ലാക്ക് ഫൂട്ടുകൾ അയാളുടെ കോട്ട എടുത്തതുകൊണ്ട് ന്യൂമോണിയ പിടിപെടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചങ്കുറപ്പ് ഒന്നു മാത്രം കൈമുതലാക്കി എതിരാളിയുടെ കാലും തോളി തൂക്കി അയാൾ നടക്കുവാൻ തുടങ്ങി. പകലിൽ മാത്രം യാത്ര ചെയ്യും. രാത്രിയിൽ ഏതെങ്കിലും ഗുഹകളിലോ പാറക്കെട്ടുകൾക്ക് പിന്നിലോ ചുരുണ്ടുകൂടി കിടക്കും. മരവിച്ച് മരിക്കാതെ ഇരിക്കുവാനും ശരീരത്തിന്റെ താപനില കാത്തു സൂക്ഷിക്കുവാനും അയാൾ തനിക്കറിയാവുന്ന എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു. തനിക്കും ബ്ലാക്ക് ഫൂട്ട് ക്യാമ്പിനും ഇടയിലുള്ള ദൂരം വർദ്ധിക്കും വരെ ദിവസങ്ങളോളം തീ കത്തിച്ചില്ല. ഒടുവിൽ അവരുടെ പരിധിക്ക് പുറത്ത് താൻ എത്തിയെന്ന് ബോധ്യം വന്നപ്പോൾ മാത്രമാണ് ജെറമിയ തീ കത്തിച്ചത്. ആ തീയിൽ നരമാംസം അയാൾ പാകം ചെയ്തു ഭക്ഷിച്ചു. തണുത്ത കാലാവസ്ഥ കാരണം മാംസം കേടായില്ല. അതുകൊണ്ട് തന്നെ കാലിന് അപ്പോഴും നല്ല പുതുമ ഉണ്ടായിരുന്നു. ഒടുവിൽ നിരവധി ദിവസങ്ങൾ നീണ്ട ദുരിതയാത്രയ്ക്ക് ശേഷം അയാൾ തന്റെ വീട്ടിലെത്തി. ഇപ്പോഴയാൾ പുതിയൊരു ശത്രുവിനെ കൂടി സമ്പാദിച്ചിരിക്കുന്നു. തന്നെ കൊള്ളയടിച്ചതും പോരാതെ ശത്രുക്കൾക്ക് വിൽക്കുവാൻ തയ്യാറായ ബ്ലാക്ക് ഫൂട്ടുകൾക്കെതിരെ ജെറമിയയുടെ കോപം ആളിക്കത്തി. അവരോട് പ്രതികാരം ചെയ്യുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. എന്നാൽ ഇത്തവണ ജോൺസൺ ഒറ്റയ്ക്കായിരുന്നില്ല. ഈ ഉദ്യമത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് അടുത്ത സുഹൃത്തുക്കളായ ബിയർക്ലോയും ക്രേസി വുമണും അതുപോലെ നിരവധി മൗണ്ടൻ മാൻസും അണിനിരന്നു. ഇവർ എല്ലാവരും തന്നെ വന്യമൃഗങ്ങളെ ട്രാക്ക് ചെയ്യുന്നതിൽ നല്ല കഴിവുള്ള വിദഗ്ധരായിട്ടുള്ള വേട്ടക്കാരാണ്. ബ്ലാക്ക് ഫൂട്ടിന്റെ പാളയങ്ങൾ ട്രാക്ക് ചെയ്യുവാനായിട്ട് അവർ ഈ കഴിവുകൾ ഉപയോഗിച്ചു. ഒടുവിൽ വളരെ നിസ്സാരമായിട്ട് ബ്ലാക്ക് ഫൂട്ടുകൾ പാളയം അടിച്ച സ്ഥലം ഇവർ കണ്ടെത്തി. പിന്നെ അവർ ഒന്നുപോലെ പാളയത്തിന് നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടു. വെടിയൊച്ചകൾ എങ്ങും മുഴങ്ങി. എതിരാളികൾ ഈയാം പാറ്റകളെ പോലെ മരിച്ചു വീണു. ഇതേ തുടർന്നുണ്ടായ രക്തച്ചൊരിച്ചിലിൽ അവരുടെ ക്യാമ്പ് മുഴുവനും ഒരു അറവുശാല പോലെ മാറിയെന്ന് പറയപ്പെടുന്നു. ക്യാമ്പിൽ നിന്നും പുറത്തു വന്ന ഓരോരുത്തരുടെയും കൈവശം നിരവധി ശിരോചർമ്മങ്ങൾ ഉണ്ടായിരുന്നു. ജോൺസൺ തന്നെ ബന്ദിയാക്കിയ ബ്ലാക്ക് ഫൂട്ട് നേതാവിന്റെ അറുത്തുമാറ്റിയ തലയും തൂക്കിപ്പിടിച്ചാണ് പുറത്തേക്ക് വന്നത്. ആ തല അയാൾ അവരുടെ ക്യാമ്പിന്റെ മുൻപിലായിട്ട് ഒരു മരക്കുറ്റിയിൽ അടിച്ചു ഉറപ്പിച്ച് കുത്തി നിർത്തി. ഇതൊരു മുന്നറിയിപ്പായിരുന്നു. ക്രോ കില്ലറുമായിട്ട് ഏറ്റുമുട്ടുവാൻ ധൈര്യപ്പെടുന്നവർക്കുള്ള ഭീകരമായിട്ടുള്ള ഒരു സൈൻ പോസ്റ്റ്. അതിനുശേഷം ജെറമിയയെ എതിർക്കുവാനായിട്ട് ഒരു ഗോത്രത്തിനും ധൈര്യമുണ്ടായില്ല. കുറച്ചു മുൻപ് നമ്മൾ ക്രോ കില്ലറെ കൊലപ്പെടുത്തുവാനായിട്ട് ക്രോ ഗോത്രക്കാർ ഒരു യോഗം കൂടിയിട്ട് 20ഓളം ക്രോ യോദ്ധാക്കളെ ഒന്നിനു പിന്നാലെ ഒന്നെന്ന കണക്കിൽ അയക്കുവാനായിട്ട് തീരുമാനിച്ചുവെന്നും അവർ എല്ലാവരും ഒന്നൊഴിയാതെ കൊല്ലപ്പെട്ടുവെന്നും പറഞ്ഞിരുന്നു. ആദ്യം വന്ന 19 പേരും എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും അറിയില്ല. എന്നാൽ അവസാനം വന്ന 20ാമത്തെ ആളിന് എന്താണ് സംഭവിച്ചത് എന്ന് നാട്ടിലെങ്ങും പാട്ടായിരുന്നു. ഒരു ദിവസം ജോൺസൺ വീട്ടിലിരുന്ന് ബിസ്ക്കറ്റ് ചുടുകയായിരുന്നു. അയാൾ മികച്ച ഒരു പാചകക്കാരനായിരുന്നു. കുറച്ച് മൈദ, കുറച്ച് കരടി നെയ്യ്, അതുപോലെ മറ്റു ചില അപൂർവ ചേരുവകളും ഉപയോഗിച്ച് വളരെ രുചികരമായിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കുവാനായിട്ട് ജോൺസൺ അറിയാം. അവസാനത്തെ ക്രോ പോരാളി അയാളെ കൊലപ്പെടുത്തുവാനായിട്ട് വന്ന ദിവസം ജോൺസൺ പതിവ് പോലെ ബിസ്ക്കറ്റ് ചുടുകയായിരുന്നു. അടുത്തു തന്നെ ഒരു ദൂരയാത്ര പോകുവാനായിട്ട് അയാൾ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി കുറച്ച് കൂടുതൽ ബിസ്ക്കറ്റുകൾ ചുടേണ്ടതുണ്ട്. ബിസ്ക്കറ്റ് എല്ലാം ചുട്ടുകഴിഞ്ഞ് അത് സ്റ്റൗവിന് മുകളിൽ വെച്ചിട്ട് പാത്രം കഴുകുവാനായിട്ട് ജെറമിയ വീടിന്റെ സമീപത്തുള്ള ഒരു അരുവിക്കരയിലേക്ക് പോയി. എന്നാൽ പാത്രം കഴുകുന്ന സമയത്ത് തന്റെ വീട്ടുവളപ്പിൽ എന്തോ ഒരു ചലനം അയാൾ കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ജെറമിയ കണ്ട കാഴ്ച ഇതാണ്. ഒരു ക്രോ യോദ്ധാവ് താൻ ചുട്ടുവെച്ച ബിസ്ക്കറ്റുകൾ ആർത്തിയോടെ വാരി തിന്നുന്നു. ബിസ്ക്കറ്റിന്റെ കൊതിപ്പിക്കുന്ന മണം കൊലയാളിയെ കൊതി പിടിപ്പിച്ചു. തന്റെ ആർത്തി അടക്കുവാനായിട്ട് അയാൾക്കായില്ല. അതേ സമയത്ത് ജോൺസൺ തന്റെ തൊട്ടുപിന്നിൽ പതുങ്ങിയെത്തിയതും അവൻ അറിഞ്ഞില്ല. തന്റെ പതിവ് ശൈലിയിൽ അതിവേഗത്തിൽ ജെറമിയ ചാടി പൊങ്ങി അവനെ ചവിട്ടിത്തെറിപ്പിച്ചു. നിലത്തേക്ക് വീണ അയാൾ ഹൃദയത്തിൽ കത്തി കുത്തിയിറക്കി. അതേ സമയത്താണ് സുഹൃത്തായ ഡെൽഗ്യോ ജോൺസനെ കാണുവാനായിട്ട് അവിടെ എത്തുന്നത്. അപ്പോഴയാൾ ശത്രുവിന്റെ ശിരോചർമ്മം നീക്കം ചെയ്ത തിരക്കിലായിരുന്നു. പതിവ് പോലെ ക്രോ കില്ലർ അവന്റെ കരൾ പറിച്ചെടുക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ ഡെൽഗ്യോ അത് തടഞ്ഞു. എന്തോ ഇത്തവണ തന്റെ സുഹൃത്ത് പറഞ്ഞത് അയാൾ അനുസരിച്ചു. കരളും ബിസ്ക്കറ്റും എത്ര നല്ല കോമ്പിനേഷൻ ആണെന്ന് നിങ്ങൾക്കറിയില്ല എന്നാണ് അയാൾ തമാശ പറഞ്ഞത്. ഈ ക്രോ യോദ്ധാവ് ദിവസങ്ങളായിട്ട് താൻ പോലും അറിയാതെ തന്നെ പിന്തുടരുകയായിരുന്നു എന്ന വസ്തുത ജെറമിയയെ അമ്പരപ്പിച്ചു. ആ യോദ്ധാവിനോട് അക്കാര്യത്തിൽ അയാൾക്ക് ലേശം ബഹുമാനവും തോന്നി. അവൻ കാലങ്ങളായിട്ട് വീട് വിട്ട് ജെറമിയയെ അവസാനിപ്പിക്കുവാനായിട്ട് പ്രതിജ്ഞയെടുത്ത് ഋതുഭേദങ്ങളുടെ കാഠിന്യം വകവയ്ക്കാതെ അയാളെ പിന്തുടരുകയായിരുന്നു. തന്റെ ലക്ഷ്യത്തോട് ഏകദേശം ആ കൊലയാളി അടുത്തതുമായിരുന്നു.
എന്നാൽ കൊതിപ്പിക്കുന്ന മണമുള്ള ബിസ്ക്കറ്റ് അയാളെ ചതിച്ചു. ജോൺ ജെറമിയ ജോൺസൺ ഒരു സൂപ്പർ ഹീറോ ആണോ അതോ സൂപ്പർ വില്ലൻ ആണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. 19-ാം നൂറ്റാണ്ടിലെ സംസ്കാരവും സാഹചര്യവും അതുകൂടി പരിഗണിക്കണമെന്ന് മാത്രം. 1800-കളിൽ അമേരിക്കൻ മരുഭൂമിയിലും അതിർത്തി ദേശങ്ങളിലും തമ്പടിച്ച ഇത്തരം മനുഷ്യരുടെ ജീവിതം വളരെ കഠിനവും ദുരിതം നിറഞ്ഞതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. ചരിത്രങ്ങൾ എഴുതി സൂക്ഷിക്കേണ്ട ആവശ്യവും അവർക്കില്ല. കാരണം ഓരോ ദിവസത്തെയും അതിജീവനം അത്രയേറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ടായിരിക്കണം ജെറമിയ ജോൺസൺ എന്ന ഈ സീരിയൽ കില്ലറെ കുറിച്ച് അധികമൊന്നും ആരും രേഖപ്പെടുത്താത്തത്. ഇതിഹാസ തുല്യനായ ക്രോ കില്ലറിനും കാലത്തിന്റെ ഒഴുക്കിനെ മറികടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. 1895 ആയപ്പോൾ അയാൾക്ക് മധ്യവയസ്സ് കഴിഞ്ഞിരുന്നു. ആരോഗ്യവും ക്ഷയിച്ചു. പുതിയ തലമുറയിലെ കുട്ടികൾ അയാളെ ഓൾഡ് ട്രാപ്പർ എന്ന് വിളിച്ചു. ചെറിയ ചെറിയ മൃഗങ്ങളെ കെണിവെച്ച് പിടിച്ച് അതിന്റെ തൊലിയും ഉരിഞ്ഞ് അയാൾ വാർദ്ധക്യം ചെലവഴിച്ചു. സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും സഹായം ഉണ്ടായിട്ട് കൂടിയും തന്റെ വിശാലമായിട്ടുള്ള ഭൂസ്വത്ത് അയാൾക്ക് നോക്കി നടത്തുവാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇതിനോടകം അടുത്ത സുഹൃത്തുക്കളായ ക്രേസി വുമണും ബിയർ ക്ലോയും തുടങ്ങി പലരും മരിച്ചു പോയിരുന്നു. അയാളെ ഇനി മൊണ്ടാനയിൽ പിടിച്ചു നിർത്തുവാനായിട്ട് ഭൂതകാലത്തിലെ യാതൊരു വേരുകളും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്റെ സ്വത്തിൽ നിന്നും വലിയൊരു ഭാഗം അയാൾ വിറ്റു. 1899-ൽ അവസാനത്തെ ഭൂമി വിറ്റ ശേഷം ആ പണവും എടുത്ത് അയാൾ പടിഞ്ഞാറൻ ദേശത്തേക്ക് പോയി. പിന്നീട് ഒരിക്കലും അയാൾ മൊണ്ടാനയിലെ ആ സെറ്റിൽമെന്റിലേക്ക് മടങ്ങി വന്നിട്ടില്ല. 1900 ജനുവരി 21-ന് കാലിഫോർണിയ സംസ്ഥാനത്തിലെ ലോസ് ഏഞ്ചൽസ് നഗരത്തിലെ ഓൾഡ് സോൾജേഴ്സ് എന്ന വൃത്തസദനത്തിൽ വെച്ച് ക്രോ കില്ലർ എന്ന ജെറമിയ ജോൺസൺ അന്ത്യശ്വാസം വലിച്ചു. പക്ഷേ അയാളുടെ ഇതിഹാസ തുല്യമായിട്ടുള്ള വീരകഥകൾ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും നീണ്ടു നിൽക്കുന്നു. ഇനിയും കാലം എത്ര കഴിഞ്ഞാലും അത് നിലനിൽക്കും. ചരിത്രകാരനായിട്ടുള്ള ആൻഡ്രെ മെഹാനെ സൊദർലാൻഡ് ജെറമിയ ജോൺസന്റെ ജീവിതത്തെക്കുറിച്ച് വലിയൊരു പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ജോൺ ജെറമിയ ജോൺസൺ തന്റെ ഭാര്യയെ കൊന്നതിന് പ്രതികാരമായിട്ട് ഏറ്റവും കുറഞ്ഞത് 300-ലധികം ക്രോ ഇന്ത്യക്കാരുടെ ശിരോചർമ്മം എടുത്തിട്ടുണ്ടെന്നും അവരുടെ എല്ലാം കരൾ പറിച്ചെടുത്ത് പച്ചയ്ക്ക് തിന്നിട്ടുണ്ട് എന്നുമാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും കുറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം കൊലപാതകത്തിന്റെ എണ്ണം അതിനു മുകളിൽ പോകുവാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള കിൽ കൗണ്ട് അജ്ഞാതമാണ്. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഈ കൊലയാളിയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം എന്താണ്? അത് എന്താണെങ്കിലും കമന്റിൽ അറിയിക്കണം. ദി ക്രോ കില്ലർ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഹീറോയാണോ അതോ വില്ലനാണോ? മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.